ജീവിതം അടുത്ത് മരണത്തെ തിരഞ്ഞെടുത്ത ഒരുവൻ. എന്നാൽ മരണം അവന് കാത്തുവെച്ചിരുന്നത് മറ്റൊന്ന്. ഇനി വരുന്ന 12 ജീവിതത്തിലെയും മരണം. ഒരുപാട് കൊറിയൻ സെലിബ്രിറ്റീസിനെ വെച്ച് റീസെന്റായി പുറത്തിറങ്ങിയ ഒരു വെബ്ടൂൺ ബേസ്ഡ് ഡ്രാമയാണ് ഡെത്ത്സ് ഗെയിം. കഥയുടെ തുടക്കത്തിൽ നമ്മുടെ നായകൻ ചോ ഈജെ അവന്റെ ഗേൾ ഫ്രണ്ട് ജിസുവിനോട് സംസാരിച്ചു വരുവാണ്. നീ ഇപ്പോഴവിടെ എത്തിയില്ലേ? എന്റെ ബോയ് ഫ്രണ്ട് എത്ര ലക്കിയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. നീ ഗ്രാജുവേറ്റ് ആവുന്നതിന് മുന്നേ തേക്കാൻ കമ്പനിയിലെ ഫൈനലിസ്റ്റുകളിൽ ഒരാളായി എന്ന് ജിസു പറയുമ്പോ അവരെന്നെ ഇതുവരെ ജോലിക്ക് എടുത്തിട്ടില്ല, ഞാൻ ഭയങ്കര നെർവസാ എന്ന് ഈജെ പറയുകയാണ്. നിന്നെ എടുത്തില്ലെങ്കിൽ പിന്നെ ആരെടുക്കാനാ, നീ ഭയങ്കര കോൺഫിഡന്റ് ആയി പോയി വാ എന്നിപ്പോ ജിസു പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് ഈജെ നടന്നു വന്നുകൊണ്ടിരിക്കെ പെട്ടെന്നൊരു വ്യക്തി ഈജയെയും തള്ളിവിട്ട് നേരെ റോട്ടിലോട്ട് പോയി ഒരു വണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. ആ ബോഡി വന്ന് വീഴുന്നത് ഈജയുടെ മുന്നിലും. പെട്ടെന്ന് ആകെ ഷോക്കായി പോവാണ് ഈജെ. അയാളുടെ അടുത്ത് വന്ന് നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഈജയുടെ കയ്യിൽ പിടിച്ച് എന്തോ പറയാനായി അയാൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും അയാൾ മരണമടയുകയാണ്. ഇതവന് വല്ലാത്തൊരു ഷോക്കാവുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ തായ്ക്കാങ്ങിന്റെ ഇന്റർവ്യൂവിൽ അവന് നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ജോലി അവന്റെ കൈവിട്ടു പോകുന്നു. ബാധ്യതകൾ തലയ്ക്ക് മുന്നിൽ വന്ന് കൂടിയപ്പോൾ വേറെ പാർട്ട് ടൈം ജോബുകൾ ചെയ്യുകയല്ലാതെ വേറൊരു മാർഗം ജയിക്കുണ്ടായിരുന്നില്ല. ഒരു ദിവസം തന്നെ അവൻ വ്യത്യസ്ത ജോലികൾ ചെയ്തു, ഡ്രൈവറായും ക്ലീനറായും. അങ്ങനെ പിന്നെയും ഹാർഡ് വർക്ക് ചെയ്ത് വീണ്ടും തായ്ക്കാങ്ങിന്റെ ഫൈനലിസ്റ്റ് ആവാൻ ഇവന് സാധിച്ചു. അവൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പാർട്ട് ടൈം വർക്കുകളുടെയും ലിസ്റ്റ് കണ്ട് ഇന്റർവ്യൂവേഴ്സും ഭയങ്കര ഇംപ്രസ് ആയി. അങ്ങനെ ഈ ഒരു ജോലി കിട്ടുമെന്ന് തന്നെ അവൻ മനസ്സുകൊണ്ട് ഉറപ്പിക്കുവാണ്. പക്ഷെ അന്നേരമാണ് കൂന്നിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ ഇവന്റെ ഫ്രണ്ട് ഒരു ഫ്രോഡാണെന്നും ഈജെ അവന്റെ ഫ്രണ്ടിന്റെ ഡീലിൽ നിക്ഷേപിച്ച എല്ലാ പണവും അവൻ തട്ടിയെടുത്ത് മുങ്ങിയെന്നുള്ള ന്യൂസ് ഇവൻ കേൾക്കുന്നത്. ഇതിന്റെ ദേഷ്യത്തിൽ ഈജയുടെ ഫ്രണ്ടിന്റെ ഡോറൊക്കെ ഇവൻ അടിച്ചു തകർക്കുന്നുണ്ട്. പോലീസുകാരാണെങ്കിൽ ഇപ്പൊ പറയുന്നത് ഇവൻ പ്രോഫിറ്റ് ഉദ്ദേശിച്ച് ഇൻവെസ്റ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേസ് നടക്കില്ല എന്നാണ്. ആകെ തളർന്ന ഈജെ ആണെങ്കിൽ ജിസുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ കാണുന്നത് അവളെ മറ്റൊരുത്തൻ ഡ്രോപ്പ് ചെയ്യുന്നതാണ്. ഈജെ ഇപ്പോ ഇവളുടെ അടുത്തേക്ക് പോകുമ്പോൾ നീ വീണ്ടും മദ്യപിച്ചല്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്ന ജിസുവിനോട് എല്ലാം തകർന്നിരിക്കുന്ന ഈ ഒരു അവസരത്തിലും മദ്യപിക്കരുതെന്നാണ് നീ പറയുന്നത്, ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയല്ല നടക്കുന്നത് എന്ന് പറഞ്ഞ് സങ്കടത്തോടെ പോകാൻ ഒരുങ്ങുമ്പോൾ ഇപ്പോൾ നീ ഇത് വെച്ചോ എന്നും പറഞ്ഞ് ഇവന് കുറച്ച് കാശ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈജെ ഒരു സംശയത്തില് നിനക്ക് പുതിയ ബോയ് ഫ്രണ്ടിനെ കിട്ടിയോ, നീ വല്ല ഡേറ്റിംഗിൽ എങ്ങാനും ആണോ എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്ന ജിസുവിനോട് എന്നെ പോലെ ഒരു ലൂസറിന്റെ പിന്നാലെ നടന്ന് നീ നിന്റെ ജീവിതം വെറുതെ പാഴാക്കരുത്, ഞാൻ എപ്പോഴും നിനക്കൊരു ഭാരമായിരിക്കും എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് ഇതിൽ കൂടുതൽ വർക്ക് ചെയ്താൽ എന്താ എന്ന് ജിസു പറയുന്നത് കേൾക്കുമ്പോൾ ഇതിലും കൂടുതലോ, അപ്പൊ ഇത്രയും കാലം ഞാൻ എന്ത് ചെയ്യുമായിരുന്നെന്ന് നീ വിചാരിച്ച് ഞാൻ എത്ര തന്നെ വർക്ക് ചെയ്താലും ഒന്നും ഞാൻ ആഗ്രഹിച്ച പോലെ നടക്കില്ല, നമ്മുടെ റിലേഷൻഷിപ്പ് തന്നെ നോക്ക്, അതുകൊണ്ട് എല്ലാം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം എന്നും പറഞ്ഞ് ആ പൈസ അവളെ തന്നെ തിരിച്ചേൽപ്പിച്ച് കണ്ണീരോട് തിരിഞ്ഞു നടക്കുവാണ് ഈജെ. അങ്ങനെ വീട്ടിൽ വരുമ്പോഴാണെങ്കിൽ ഇവന്റെ സാധനങ്ങളൊക്കെ പെറുക്കി പുറത്തിട്ട് വാതിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ് വീടിന്റെ ഓണർ. കാരണം ഇവന്റെ വാടക ഒരുപാട് പെൻഡിങ്ങിലായിരുന്നു. കുറെയൊക്കെ ആ മഴയത്ത് അവൻ വാരി വെക്കാൻ നോക്കുന്നുണ്ട്. രാവിലെ ആയപ്പോഴേക്കും പകുതി സാധനങ്ങളും ആ മഴയിൽ നനഞ്ഞു പോയിരുന്നു. അപ്പോഴാണ് അവന് നിങ്ങൾ ഈ ഇന്റർവ്യൂവിൽ ഫെയിലായി എന്ന് പറഞ്ഞ് ഇവൻ രണ്ടാമതായി അറ്റൻഡ് ചെയ്ത തായ് ഗ്യാങ്ങിന്റെ കമ്പനിയുടെ മെസ്സേജ് വരുന്നത്. അങ്ങനെ ജീവിതം എടുത്ത ഈജെ ആത്മഹത്യ ചെയ്യാൻ തന്നെ ഉറപ്പിക്കുന്നു. അതിനായി ഒരു വലിയ ബിൽഡിങ്ങിന്റെ മേലിൽ കയറി നിൽക്കുന്ന ഈജെ വെറുതെയല്ല സൗത്ത് കൊറിയയിൽ സൂയിസൈഡ് നിരക്ക് ഇത്രയും കൂടുതൽ. തിരിഞ്ഞു നോക്കുമ്പോ ഇപ്പോ ഞാൻ ഇവിടെ നിൽക്കാനുള്ള കാരണം 7 കൊല്ലം മുന്നേ ഞാൻ കണ്ട ആ വ്യക്തിയാ. എന്റെ ജീവിതം ഇങ്ങനെ ആക്കി തീർത്തത് ആ തിണ്ടിയാ. എന്റെ കാര്യത്തിൽ ഇനി ഒരു പ്രതീക്ഷയുമില്ല. ഈ ജീവിതത്തെയാ എനിക്ക് പേടി, മരണത്തെ ഞാൻ ഒട്ടും പേടിക്കുന്നില്ല. ഇപ്പൊ ആ ബിൽഡിങ്ങിൽ നിന്നും ഈജെ താഴേക്ക് ചാടുന്നതും അവന്റെ ഫോണിലേക്ക് അവന്റെ അമ്മയുടെ ഒരു കോൾ വരുന്നുണ്ട്. സീൻ കട്ട് ചെയ്താ ഇതെന്താ ഭയങ്കര ഇരുട്ട്, ഞാൻ മരിച്ചില്ലേ, ഇതെന്തെന്റെ കണ്ണിൽ എന്നും പറഞ്ഞ് കണ്ണിന്ന് സാധനം എടുത്ത് മാറ്റുമ്പോ ഇവനൊരു പ്ലെയിനിലാണ്. ഇതാണ് ഇനി ആഫ്റ്റർ ലൈഫ് എന്നും പറഞ്ഞ് മുന്നിൽ കണ്ടൊരു ടാബ് എടുത്ത് നോക്കുമ്പോഴാണ് ഇത് തന്റെ മുഖമല്ല എന്നുള്ള കാര്യം ഈജെ മനസ്സിലാക്കുന്നത്. ഇതാരാ, എന്തെന്റെ മുഖത്തിന് പറ്റിയത് എന്നും പറഞ്ഞ് ഞെട്ടിത്തിരിയുമ്പോ ഒരു പെണ്ണ് അവിടെ ഇരുന്ന് കൂളായിട്ടൊരു പേപ്പറും വായിച്ചുകൊണ്ടിരിക്കുവാണ്. മരണം എന്നത് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്ന വേദനയുടെ അവസാനമാണ്, മരണത്തെ ഞാൻ ഒട്ടും ഭയക്കുന്നില്ല. കൊള്ളാം ചോ ഈജെ, എഴുതിയതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിപ്പോ ഈ പെണ്ണ് പറയുമ്പോ നിനക്കെങ്ങനെ എന്റെ പേരറിയാം എന്ന് പറഞ്ഞ് നിൽക്കുവാണ് ഈജെ. കാരണം ഇത് നീ എഴുതിയ ലെറ്ററാണ്, അതുപോലെ തന്നെ നീ മരിച്ചു, അതിനുള്ള ഉദാഹരണമാണ് ഞാൻ. നീ എന്നെ നിന്റെ വേദനകൾ അവസാനിപ്പിക്കാനുള്ള ഒന്നായാണോ കണ്ടേ എന്ന് പറഞ്ഞ പെണ്ണ് അവളുടെ ഗ്ലാസ് ഊരുമ്പോ അവളുടെ ആ കണ്ണിലൂടെ നമുക്ക് മറ്റൊരു സീൻ കാണിച്ചു തരികയാണ്. ചുറ്റും രക്തം തിളയ്ക്കുന്ന കടൽ, അതിൽ ആർത്തിയോട് അലറുന്ന പിശാചുക്കൾ. അതിനു മുകളിൽ നിൽക്കുന്ന ഈജെ ഇത് നരകമാണോ എന്ന പെണ്ണിനോട് ചോദിക്കുമ്പോ അല്ല, ഇത് നരകത്തിലോട്ടുള്ള വെറും വഴി മാത്രമാ, കാരണം എനിക്ക് നിനക്കുള്ള ശിക്ഷ തരേണ്ടതുണ്ട് എന്നവൾ പറയുമ്പോൾ അതിനെന്ത് തെറ്റാ ഞാൻ ചെയ്തേ എന്നും പറഞ്ഞ് നിൽക്കുവാണ് ഈജെ. കാരണം നീ ഒരു വലിയ തെറ്റ് ചെയ്തു, നീ എന്നെ പരിഹസിച്ചു, എന്നെ പണിഷ് ചെയ്യാൻ നീ ആരാണ് എന്നിപ്പോ ഈജെ ചോദിക്കുമ്പോ ഞാൻ മാത്രമേ മരണപ്പെടാത്തതായുള്ളൂ എന്നും പറഞ്ഞ് ഇവരെ തൂക്കിയെടുത്ത് പിടിച്ച് ഞാനാണ് മരണം, എന്നെ പരിഹസിച്ചതിന് നിനക്ക് ശിക്ഷ കിട്ടിയിരിക്കും എന്ന് പറഞ്ഞ് അവൾ അവനെ ആ പിശാചുകൾക്കിടയിലേക്ക് വിട്ടുകൊടുക്കുന്നു. സീൻ കട്ടാകുമ്പോൾ ഇത് പ്ലെയിനിലുള്ള ഈജയ്ക്ക് ഡെത്ത് കാണിച്ചു കൊടുത്ത ഒരു ഹാലുസിനേഷൻ ആയിരുന്നു. ഇപ്പൊ അതിൽ നിന്ന് എഴുന്നേക്കുന്ന ഈജെ അപ്പൊ പറ എന്തെന്റെ ശിക്ഷ എന്ന് ചോദിക്കുമ്പോ ദൈവം മനുഷ്യനെ ഭൂമിയിലോട്ട് അയക്കുന്നത് ഒരുപാട് വരദാനങ്ങളുമായാണ്. അതായത് മനുഷ്യൻ അവരുടെ ജീവിതത്തിൽ ഒരു തവണ മാത്രമേ മരിക്കാൻ സാധിക്കൂ എന്ന് പറയുന്നത് കേൾക്കുമ്പോ അതൊരു വരദാനമാണോ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഈജയോട് പിന്നെ നീ എന്തിനാ വരദാനം ഏറ്റുവാങ്ങിയത്, ഇനി മുതൽ നീ 12 തവണ മരിക്കാൻ പോവുകയാണ്, നിന്റെ ആത്മാവ് മരിക്കാൻ പോകുന്ന 12 ആളുകളുടെ ശരീരത്തിൽ കയറും, അങ്ങനെ നീ ആ ശരീരത്തിൽ മരണപ്പെടും. പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു ശരീരത്തിൽ വെച്ച് മരണത്തെ നിനക്ക് ഒഴിവാക്കാൻ സാധിച്ചാൽ നിനക്ക് ആ ശരീരത്തിൽ ബാക്കിയുള്ള ജീവിതം നയിക്കാം എന്നും പറഞ്ഞ് ഡെത്ത് ഇപ്പൊ അവിടെ നിന്ന് പോകുന്നതും അവന്റെ പ്ലെയിൻ മൊത്തത്തിൽ ആടി ഉലയുകയാണ്. താൻ മരിക്കാൻ പോകുന്നു എന്ന് വിചാരിച്ച് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിരിക്കുമ്പോ
എയർ ഹോസ്റ്റസ് വന്ന് ഇത് കുറച്ചു നേരത്തെ ടർബുലൻസിന് ശേഷം മാറും എന്ന് പറയുന്നുണ്ടെങ്കിലും ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്നത് പോലെ ലൈഫ് ജാക്കറ്റ് പോലും ഊരാൻ തുനിയാതെ നിൽക്കുവാണ് ഈജെ. കുറച്ചു നേരത്തിന് ശേഷം എല്ലാം ശാന്താവുമ്പോ അപ്പൊ ഞാൻ സർവൈവ് ചെയ്തോ എന്നും പറഞ്ഞ് അവിടെ മൊത്തം ഒന്ന് നോക്കി കാണുവാണ് ഇവൻ. ഷൂസ് തൊട്ട് വാച്ച് വരെ എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ്. ഈ സമയം ഒരു ഡയമണ്ട് അങ്ങോട്ട് വന്ന് അവന്റെ നെറ്റിയിൽ സ്പർശിക്കുന്നതും ഇപ്പൊ ഇവനുള്ള ഈ ബോഡിയിലെ ആളുടെ ഓർമ്മകളെല്ലാം ഈജയ്ക്ക് വന്ന് ചേരുവാണ്. ഞാൻ പാർക്ക് ജിൻതെ, 33 വയസ്സ്, തേക്കാങ്ങിന്റെ സിയോടെ രണ്ടാമത്തെ മകൻ. ഞാൻ ജനിച്ചു വീണത് എല്ലാ വീട്ടിലും പൂളും പൂന്തോട്ടവും 3 പ്രൈവറ്റ് ജെറ്റിംഗിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചാണ്. എന്റെ ജീവിതത്തിൽ എപ്പോഴും മത്സരമായിരുന്നു. എല്ലാ കാര്യത്തിലും ഞാൻ എന്റെ ചേട്ടനുമായി മത്സരിക്കുമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവനേക്കാൾ മുന്നിൽ എനിക്ക് എത്തണമായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ തായ്ഗാങ്ങിന്റെ സക്സസർ ആയി മാറി. ഇപ്പൊ ഞാൻ പുതിയ സിഇഒ ആവാനുള്ള ട്രെയിനിങ്ങിലാണ്. ഈ മെമ്മറീസിന് ശേഷം ഈജെ എന്ത് പെട്ടെന്ന് സംഭവിച്ചത്? എന്റെ തലയിലേക്ക് കുറെ ഓർമ്മകൾ പെട്ടെന്ന് വന്നല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന മിററിൽ നോക്കുമ്പോഴാണ് അപ്പൊ ഞാനൊരു ജോലി നേടിയെടുക്കാൻ ആഗ്രഹിച്ച തായ്ഗാങ്ങിന്റെ സിഇഒ ആണ് ഇയാൾ. അപ്പോ ഇനി തൊട്ട് ഇത് മൊത്തം എന്റെയാണ്. ഓക്കെ, അപ്പോ ഇനി ഈ ബോഡിയിൽ തന്നെ ജീവിക്കാം. ഇതുപോലൊരു ചാൻസ് ഇനി എനിക്ക് കിട്ടണമെന്നില്ല എന്ന് പറഞ്ഞുറപ്പിച്ച് ഈജെ ജീവിക്കാൻ തീരുമാനിക്കുമ്പോഴേ ആ പ്ലെയിനിലെ എഞ്ചിന് തീ പിടിക്കും. സബാഷ്, ഒരു വഴിക്കും ജീവിക്കാൻ സമ്മതിക്കില്ല. ഇപ്പൊ പെട്ടെന്ന് ആ വിമാനത്തിന്റെ ഒരു ഭാഗം തന്നെ അടർന്നു പോവുകയാണ്. പൈലറ്റും ഹെയറോസ്റ്റസും എല്ലാം നിലത്തോട്ട്. അങ്ങനെ ആ തീ മൊത്തത്തിൽ ആളിക്കെത്തി അവന്റെ ഈ ഒരു ലൈഫ് ഇവിടെ തീരുവാണ്. പെട്ടെന്ന് ഈ ഒരു എഫക്റ്റിൽ നിന്ന് ഈജെ എഴുന്നേക്കുമ്പോ ഇനി 11 ബാക്കിയുള്ളൂ എന്ന് പറയുകയാണ് ഡെത്ത്. ഇപ്പൊ ഡെത്തിനെ നോക്കുമ്പോ അവൾ ദൂരെ ഒരു കസാരയിലായിട്ടിരിക്കുവാണ്. അവളുടെ മുന്നിലിരിക്കുന്ന ബുള്ളറ്റുകൾ ഉണ്ട്. ഇതെന്തിനാ എന്ന് ജിൻതെ തിരക്കുമ്പോ ഇവൻ നിനക്ക് ബാക്കിയുള്ള മരണങ്ങളാ, ഇതുകൊണ്ട് ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ നിന്റെ ജീവിതം അവിടെ വെച്ച് തുടങ്ങും. എനിക്ക് മരണമാണ് ജീവിതത്തിന്റെ തുടക്കം എന്നിപ്പോ ഡെത്ത് പറയുമ്പോ എന്തായിരുന്നു ആ ഡയമണ്ട് പോലത്തെ സാധനം? അതെനിക്ക് കുറെ ഓർമ്മകൾ തന്നു. ഓ അതോ, ആ ഡയമണ്ട് ഇപ്പൊ നീയുള്ള ശരീരത്തിന്റെ ആളിന്റെ ഓർമ്മകളും കഴിവും നിനക്ക് തരും എന്ന് ഡെത്ത് പറയുന്ന കേട്ട് ഇതെന്താ വല്ല വീഡിയോ ഗെയിമോ? അല്ല, ഇതെനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഈജ ചോദിക്കുമ്പോ അപ്പോ നീ നരകത്തിലേക്ക് പോകും എന്ന് ഉത്തരം കൊടുക്കുവാണ് ഡെത്ത്. ആ കഥകിനപ്പുറയാണ് നരകം. പേടിക്കണ്ട, ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഇപ്പൊ അവനെയും കൂട്ടി നരകത്തിലേക്ക് പോകുന്നു. ആ ചുട്ടുപഴുത്ത തീക്ക് മുന്നിൽ നിൽക്കുമ്പോഴേ അവന്റെ പകുതി ജീവൻ പോകും. ഇപ്പൊ തിരിച്ചിവനെ നിന്നെടുത്ത് തന്നെ കൊണ്ടാക്കുമ്പോ ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ എന്തിനാ അവിടെ പോകുന്നേ എന്നും പറഞ്ഞ് കരയുന്ന ജിൻതയോട്, കാരണം ഞാൻ നിന്നെ കണ്ടെത്തുന്നതിന് മുന്നേ നീ എന്നെ കണ്ടെത്തി. ജനങ്ങൾ പറയും അവരുടെ ജീവിതം നരകം പോലെയാണെന്ന്. പക്ഷേ യഥാർത്ഥ നരകത്തിൽ ഒരു മിനിറ്റ് പോലും അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇനി നിനക്ക് കിട്ടുന്ന ശരീരത്തിലെ നിന്റെ പ്രവർത്തികൾ പോലെ ഇരിക്കും നീ തിരിച്ച് ഇങ്ങോട്ട് വരണോ വേണ്ടേ എന്ന് തീരുമാനിക്കാം. മറ്റൊരാളുടെ ശരീരത്തിൽ നിന്ന് സർവൈവ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഈ നരകത്തിലോട്ട് തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്ന് ഡെത്ത് പറയുന്ന കേൾക്കുമ്പോൾ അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചു നിൽക്കുവാണ് ഈജെ. അതെ, കാരണം നിന്റെ ജഡ്ജ്മെന്റ് നോക്കുന്നത് സൗത്ത് ഹേർഡഡ് ആയിട്ടുള്ള ദൈവമായിരിക്കും, ഞാനല്ല. അപ്പൊ എങ്ങനെയാ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ എന്നും പറഞ്ഞ് ആ ബുള്ളറ്റ് അവന്റെ തലയിൽ പതിക്കുന്നതും ഇവനിപ്പോ ഇവന്റെ 11ാമത്തെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷെ ഇപ്രാവശ്യം ഒരു രക്ഷയുണ്ടെന്ന് തോന്നില്ല. ഇവന്റെ ആകാശത്തേക്ക് താഴോട്ട് വീണോണ്ടിരിക്കുക. നോക്കുമ്പോ ഇവൻ ഒറ്റയ്ക്കല്ല, കുറച്ച് ആൾക്കാരും ഒപ്പം ഉണ്ട്. പെട്ടെന്ന് ഇപ്പോ ആ മെമ്മറി ഡയമണ്ട് ഇവരിലേക്ക് എത്തുവാണ്. ഞാൻ സോങ് ജെസിയോ, 38 വയസ്സ്. ചെറുപ്പം തൊട്ടേ സ്പോർട്സിന്റെയും സാഹസിക പ്രവർത്തനങ്ങളുടെയും ഒരു വലിയ ഫാനാണ് ഞാൻ. ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളോടാണ് എനിക്ക് എപ്പോഴും താല്പര്യം കൂടുതൽ. എന്റെ ഈ ചലഞ്ചസ് മുഖേന എനിക്കൊരു ഗിന്നസ് റെക്കോർഡും കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ ചെയ്യുന്ന ചലഞ്ച് എന്ന് പറഞ്ഞാൽ പാരച്യൂട്ട് ഇല്ലാതെ 8000 മീറ്റർ ഡൈവ് ചെയ്ത് താഴത്തെ സേഫ്റ്റി നെറ്റിൽ പോയി ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നാഷണൽ ടിവിയിൽ ആദ്യമായിട്ട് ലൈവായി കാണിക്കുന്ന ഒരു ചലഞ്ചും എന്റേതായിരിക്കും. ഇതിൽ ഞാനിന്ന് വിജയിച്ച എന്റെ സ്പോൺസറിന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്നത് 3 ബില്യൺ ക്യാഷ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ വെച്ച് മെമ്മറി കട്ടാവുമ്പോൾ ഈജയ്ക്ക് പെട്ടെന്ന് എന്തെന്നില്ലാത്ത കോൺഫിഡൻസ് ഒക്കെ കിട്ടുവാണ്. കാരണം ഈ വ്യക്തി ഭയങ്കര സ്കിൽസ് ഉള്ള ഒരാളാണ്. അങ്ങനെ ഒരു വിധത്തില് ഈജയ്ക്ക് ഇപ്പൊ ബാലൻസ് കിട്ടുവാണ്. ഇത് ഗ്ലോബലി സ്ട്രീം ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ലൈവായിട്ട് കാണാനും സാധിക്കും. ഒരുത്തരാണെങ്കിൽ റേറ്റിംഗ് കൂടുന്നുണ്ട് എന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. എനിക്കിപ്പോ കിട്ടാൻ പോകുന്ന ഈ 3 ബില്യൺ ക്യാഷ് കൊണ്ട് ഞാൻ എന്റെ ജീവിതം ജീവിക്കാൻ പോവാ. ഞാൻ ഇപ്രാവശ്യം നേടിയിരിക്കും എന്നും പറഞ്ഞ് ജിൻതെ നേരെ ആ സേഫ്റ്റി ലാൻഡിലോട്ട് ലാൻഡ് ചെയ്യുന്നതും ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്റ്റെക്കായി നിൽക്കുമ്പോൾ ഒരുത്തനാണെങ്കിൽ നമ്മൾ 30% കടന്നു എന്നും പറഞ്ഞ് വിളിച്ചു പറയുവാണ്. പക്ഷേ ഈ റേറ്റിംഗ്സ് കാണാൻ ഈജെ ഉണ്ടായിരുന്നില്ല. സ്കൈ ഡൈവ് ചെയ്ത് താഴെ വീണ് തന്റെ 11ാമത്തെ ജന്മത്തിലും മരണമടഞ്ഞ ഈജെ ഒരു പാരച്യൂട്ട് പോലും ഇല്ലാതെ ലാൻഡ് ചെയ്യാൻ ഇവൻ ഇത്രയ്ക്ക് പൊട്ടനാണോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അപ്പൊ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയ നീയോ എന്നും പറഞ്ഞ് 10ാമത്തെ ജന്മത്തിലേക്ക് ഇവൻ അയക്കാൻ തോക്കും കൊണ്ടുവന്ന ഡെത്ത് നിന്റെ അടുത്ത മരണം സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു നിമിഷം നിൽക്ക്, നീയല്ലേ പറഞ്ഞ് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂന്ന്, പക്ഷെ കണ്ടു തുറക്കുന്നതിന് മുന്നേ ഞാൻ മരിക്കുക എന്ന് തന്റെ സംശയം ഈജെ ഡെത്തിനോട് ചോദിക്കുമ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ പറ്റാവുന്നതായിരുന്നു. പക്ഷെ അതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കേണ്ടത് നീയാ എന്ന് ഈ 2 മരണങ്ങളും ഈജയ്ക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്ന കാര്യം ഡെത്ത് പറയുമ്പോൾ ഞാൻ മരണത്തെ പുച്ഛിച്ചു കണ്ടതിന് എന്നോട് ക്ഷമിക്കണം എന്ന് ക്ഷമ ചോദിച്ച് നിൽക്കുവാണ് ഈജെ. പക്ഷെ നീ വളരെ വൈകിപ്പോയി. നീ ചെയ്ത തെറ്റുകൾ ദൈവത്തിന് പോലും ക്ഷമിക്കാൻ പറ്റാത്തതാ. അതിന് ഇത്രമാത്രം എന്ത് വലിയ തെറ്റാ ഞാൻ ചെയ്തേ? ഞാൻ സ്വയം ജീവൻ എടുത്തതോ? നീ ചെയ്ത തെറ്റ് നീ വൈകാതെ മനസ്സിലാക്കും. പക്ഷെ അത് മനസ്സിലാക്കുന്നതിൽ നീ പരാജയപ്പെട്ടാ നീ പിന്നെ സർവൈവ് ചെയ്തിട്ടും കാര്യമില്ല. നീ നരകത്തിൽ തന്നെ എത്തിച്ചേരും. ആട്ടെ, നീ എന്തിനാ നിന്റെ സ്വയം ജീവൻ എടുത്തത് എന്നിപ്പോ ഡെത്ത് ചോദിക്കുമ്പോ കാരണം കണ്ണടച്ചാലും തുറന്നാലും എന്റെ മുന്നിൽ
കയ്യിൽ ഇരുട്ട് മാത്രമായിരുന്നു. ഞാൻ ജനിച്ചതേ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ്. എന്റെ ഈ ജീവിതം മെച്ചപ്പെടുത്താൻ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. പക്ഷെ ഒരു ജോലി പോലും നേടിയെടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. എന്റെ കയ്യിലുണ്ടായിരുന്ന എന്റെ സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ടു. എന്തിന്, ഞാൻ സ്നേഹിച്ച പെണ്ണിനെ വരെ എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു. എന്റെ ജീവിതത്തിൽ ഇനി പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നില്ല. അപ്പോ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തത് കൊണ്ടാണ് നീ സ്വയം ജീവൻ എടുത്തത്. അതെ, പക്ഷെ അതുകൊണ്ട് ഞാൻ വേറൊരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല. ഉറപ്പാണോ? നന്നായി ഒന്ന് ആലോചിച്ച് നോക്ക്. നീ കാരണം ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടായിട്ടില്ലെന്ന്. ഇപ്പോ ആണെങ്കിൽ നിനക്ക് റിഗ്രേറ്റ് ചെയ്യാനുള്ള സമയമെങ്കിലും ഉണ്ട്. റിഗ്രേറ്റ് ചെയ്താ നരകത്തിൽ പോകുന്നത് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? നീ നിന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എന്റെ മുന്നിൽ പറഞ്ഞു വിജയിക്കുന്നതിന് മുന്നേ സർവൈവ് ചെയ്യാനുള്ള ഒരു മാർഗം കണ്ടുപിടിക്കുക. എന്നിട്ട് പറഞ്ഞു തീരുമ്പോഴേക്കും അടുത്ത ബുള്ളറ്റും ഈജയുടെ തലയിൽ കയറിയിരുന്നു. ഇപ്പൊ സീൻ കട്ടാവുമ്പോ ഇപ്രാവശ്യം ഈജ എത്തിയിട്ടുള്ളത് ഒരു സ്കൂളിലാണ്. ഇപ്പൊ ഇവിടെ എന്താ, ഞാൻ ടീച്ചറോ അതോ സ്റ്റുഡന്റോ എന്നും പറഞ്ഞൊരു കണ്ണാടിക്ക് മുന്നിൽ പോയി നോക്കുമ്പോഴാണ് ഇപ്രാവശ്യം ഇവൻ ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആണ്. ഈ പയ്യൻ ഇനിയിപ്പോ എങ്ങനെ മരിക്കാൻ പോകുന്നേ എന്നുള്ള സംശയത്തിൽ ഈജ നിൽക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരുത്തനാണെങ്കിൽ വല്ലാത്ത കൊലച്ചിരി. ഈജ അവന്റെ 11ാമത്തെ ലൈവില് സ്കൈഡേ ചെയ്ത് മരിച്ചില്ലേ, ആ വീഡിയോ കണ്ട് ഇവൻ എത്രയ്ക്ക് പൊട്ടനായിരുന്നു എന്നും പറഞ്ഞാണ് ഇവൻ ഇപ്പൊ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് ദേഷ്യം വരുന്ന ഈജ ആണെങ്കിൽ ഒരുത്തം മരിക്കുന്ന കാണുമ്പോൾ ഇവന്റെ ചിരിയാണോ വരുന്നേ എന്നും പറഞ്ഞ് അവന്റെ തലക്കിട്ട് ഒരെണ്ണം കൊടുക്കാൻ പോകുമ്പോഴാണ് ഇപ്പൊ ആ മെമ്മതി ഡയമണ്ട് അവനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ ചെറുക്കന്റെ പേര് ക്വാൺ ഹ്യോക് സൂക്ക്, 17 വയസ്സ്. ഇവൻ 5 വയസ്സുള്ളപ്പോൾ ഇവന്റെ അച്ഛൻ മരിച്ചേ പിന്നെ ഇവന്റെ അമ്മയാണ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. ഇവന്റെ അമ്മ ഇവനെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ പഠിച്ചൊരു നല്ല നിലയിൽ എത്താനൊക്കെ ഇവൻ ആഗ്രഹമുണ്ട്. പക്ഷേ സ്കൂളിലെ കുറച്ച് കുട്ടികൾ കാരണം ഇവന് ക്ലാസ്സിലേക്ക് പോവാനേ ഇഷ്ടമല്ല. പക്ഷെ തന്റെ അമ്മയെ ഓർത്ത് മാത്രമാണ് ഈ ബുള്ളിങ് ഒക്കെ സഹിച്ചിട്ടും അവൻ സ്കൂളിലേക്ക് പോകുന്നത്. എനിക്കിപ്പോ സംശയമാണ്, പിശാചുക്കളായ എന്റെ ബുള്ളീസ് കാരണം എന്റെ സ്കൂൾ ഒരു നരകമായി മാറിയോ, അതോ ഞാൻ ചെയ്ത എന്തെങ്കിലും തെറ്റുകൊണ്ട് ഞാൻ നരകത്തിൽ ചെന്ന് പെട്ടോ എന്ന്. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതം ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനായി ഞാൻ എന്റെ സ്കൂളിലെ റൂഫ് ടോപ്പിലേക്ക് പോവുകയാണ്. ഇപ്പൊ ഇവിടെ വെച്ച് മെമ്മറീസ് കട്ടാവുമ്പോ അടിക്കാൻ ഓങ്ങിയ കൈ പതുക്കെ താഴ്ത്തി ഈജെ അത് ഇവൻ തന്നെ ആയിരിക്കും എന്നും പറഞ്ഞ് ഈ ചെറുക്കന്റെ സീറ്റിലിരുന്ന് അതിൽ നിന്ന് അവന്റെ സൂയിസൈഡ് നോട്ട് എടുക്കുവാണ്. ഇത് വായിച്ചിട്ട് ഈജയ്ക്ക് ഇവനെ ഓർത്ത് ചെറുതായിട്ട് പാവം തോന്നുന്നുണ്ട്. പക്ഷെ ആ സമയമാണ് അപ്പോ ഞാൻ സ്വയം മരിച്ചില്ലെങ്കിൽ എനിക്ക് ഇതിന്ന് സർവൈവ് ചെയ്യാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ എനിക്ക് നരകത്തിൽ പോവണ്ട എന്നും മനസ്സിൽ വിചാരിച്ച് ആ ഒരു സന്തോഷത്തിൽ ചിരിക്കുന്ന ഈജയുടെ തലക്കിട്ടൊരെണ്ണം കൊടുത്ത് എന്താണ് ഇത്ര കിളിക്കാൻ, ഞാൻ പറഞ്ഞ സ്ട്രോബെറി മിൽക്ക് എവിടെ, തിരിച്ചു വരുമ്പോ അതിന്റെ ഡെസ്കിൽ എങ്ങാനും ഇല്ലെങ്കിൽ നീ തീർന്നു എന്നും പറഞ്ഞ് ബുള്ളിങ് ചെറുക്കൻ, ഇവന്റെ പേര് ജിൻസാങ്, പോകുമ്പോ ഹ്യോക്സുവിന്റെ ഉള്ളിലുള്ള ഈജെ ഒരു നിമിഷം പുറത്തു വരികയാണ്. അവിടെ ഇരിക്കുന്ന ഒരു കസാര എടുത്ത് ജിൻസങ്ങിന്റെ തലക്കിട്ടൊരെണ്ണം കൊടുത്ത് ഒപ്പം ഉള്ളവരെയും അടിച്ച് പഞ്ചതാക്കുവാണ് ഈജെ. ശേഷം ജിൻസങ്ങിനെ പൊക്കി പിടിച്ച് ഇനി മേലാൽ നിന്റെ കളി എന്റെ അടുത്ത് വേണ്ട, സോറി പറയടാ എന്നും പറഞ്ഞ് ജിൻസങ്ങിനെ ഭിത്തിയിൽ ഒട്ടിക്കാൻ നേരെ ഇപ്പോ പിറകിന്ന് ഒരുത്തം വന്ന് ഈജയെ തള്ളി മാറ്റുവാണ്. പക്ഷെ ഇവന്റെ ശക്തിക്ക് മുന്നിൽ കട്ടയ്ക്ക് നിൽക്കാൻ നമ്മുടെ ഈജയ്ക്ക് സാധിക്കുന്നില്ല. എല്ലാം കൂടി ഇപ്പൊ ഈജനെ അടിച്ച് പഞ്ചതാക്കുവാണ്. അങ്ങനെ ഇപ്പൊ ജിൻസങ് ഇവനിട്ട് കുറെ കൊടുക്കുന്ന കാണുമ്പോ ഒപ്പമുള്ള തേസോക്ക് എന്ന് പറയുന്ന ഒരുത്തൻ, അതായത് ഈജെ അടിച്ചിട്ടവൻ, മതി ഇവന് വേണ്ടത് കിട്ടിയെന്ന് തോന്നുന്നേ എന്ന് പറഞ്ഞ് തടയുമ്പോ അത് നീ ആരാടാ എന്നും പറഞ്ഞ് ജിൻസങ് തേസക്കിനിട്ട് ഒരെണ്ണം കൊടുക്കുവാണ്. ഇവിടെ ഇപ്പൊ ജിൻസങ്ങിനെക്കാളും പവറുള്ളതൊക്കെ തേസക്കിനാണെങ്കിലും ഈ തേസൊക്കെ ജിൻസങ്ങിന്റെ അടുത്ത് ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടെയാണ് നിൽക്കുന്നത്. ഇക്കാര്യം നമ്മുടെ ഈജയും ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങോട്ടേക്ക് ജിൻസങ്ങിന്റെ ഗേൾ ഫ്രണ്ട് വന്ന് അവനെ വിളിക്കുന്നതും ഒരു പൂച്ചക്കുട്ടിയെ പോലെ അവൻ അവളുടെ പിന്നാലെ പോവാണ്. കറക്റ്റ് സമയത്ത് ഈ പെണ്ണ് വന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഇനി ഇവള് അറിഞ്ഞോണ്ട് എന്നെ രക്ഷപ്പെടുത്തിയതാണോ എന്നും വിചാരിച്ച് ഈ പെണ്ണിനെ നോക്കുമ്പോ എന്താണ് നോക്കുന്നേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് അവൻ. ഇപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ ഈജയ്ക്കാണെങ്കിൽ സ്വന്തം വീട് പോലെ മറ്റൊരാളെ വീട്ടിലോട്ട് കയറി ചെല്ലാന് കുറച്ച് മടിയൊക്കെ ഉണ്ട്. ഇപ്പൊ അവിടെ ഹ്യോക്സുവിന്റെയും അമ്മയുടെയും ഫോട്ടോ കാണുമ്പോഴാണ് തന്റെ അമ്മയെ പോലെ തന്നെ ഹ്യോക്സുവിന്റെ അമ്മയും ഒരു സിംഗിൾ പാരന്റ് ആണെന്നുള്ള കാര്യം ഈജ ഓർക്കുന്നത്. ഈ സമയം ഇപ്പോ തന്റെ അമ്മയുടെ മെമ്മറീസ് എല്ലാം ഈജയ്ക്ക് വരുന്നുണ്ട്. ഈജയുടെ അമ്മയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവനെ പഠിപ്പിച്ചതൊക്കെ. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഹ്യോക്സുവിന്റെ അമ്മ അങ്ങോട്ട് വരുന്നത്. ഹ്യോക്സുവിന്റെ അമ്മ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി ഈജയ്ക്ക് കൊടുക്കുമ്പോൾ മുന്നിലിരിക്കുന്നത് തന്റെ സ്വന്തം അമ്മയായിട്ട് അവന് തോന്നുവാണ്. ഇപ്പൊ അമ്മ അവനോട് എല്ലാം ശരിയാവും മോനെ എന്ന് പറയുന്നത് പോലെ ഈജയ്ക്ക് തോന്നുന്നതും ഒരു നിമിഷം അവന്റെ കണ്ണുകളൊക്കെ നിറയുവാണ്. ഇപ്പൊ റൂമിൽ ചെന്നിട്ട് ഈജ ആണെങ്കിൽ അമ്മയുടെ നമ്പറിലോട്ട് കോൾ ചെയ്ത് നോക്കാൻ പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് നാളെ വരുമ്പോൾ നീ ഒരു 50,000 രൂപ കൊണ്ടുവരണം എന്നും പറഞ്ഞ് ജിൻസാങ്ങിന്റെ മെസ്സേജ് വരുന്നത്. ഇപ്പൊ ഇവൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തന്നെ ഈജ കണക്ക് കൂട്ടുവാണ്. അങ്ങനെ പിറ്റേന്ന് ഇവനിപ്പോ തേസക്കിന്റെ അടുത്ത് പോയി നിനക്ക് ജിൻസിങ്ങിനെ ഒരൊറ്റ അടിയിൽ താഴ്ത്തിടാം, കാരണം നിങ്ങളുടെ രണ്ടുപേരുടെ അടി കൊണ്ട് അളഞ്ഞാൻ എന്നപ്പോഴാണ് നിനക്കാണ് അവനേക്കാൾ പവർ എന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ എന്നിട്ടും നീ എന്തിനാ അവന്റെ അടിമയായി നിൽക്കുന്നത് എന്ന് ഈജ ചോദിക്കുമ്പോ നിനക്ക് അറിയണോ അതിന് കാരണം എന്താന്ന് എന്ന് പറഞ്ഞ് തേസക്ക് വരുന്നതും ഈ സമയത്ത് അങ്ങോട്ട് ജിൻസങ് കയറി വരുവാണ്. എന്താ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ന് ജിൻസങ് ചോദിക്കുമ്പോ അത് ഞാൻ ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു എന്ന് പറയുവാണ് തേസക്. ഞാൻ ഇന്നലെ നിന്നെ അടിച്ചെടുത്ത് നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് ഇപ്പൊ അവിടെ തന്നെ ഇട്ട് ഒരെണ്ണം കൂടെ ജിൻസങ് തേസക്കിന് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ അടിയും വാങ്ങിപ്പോവേ തേസക്കാണെങ്കിൽ ഈജയോട് നീ ചോദിച്ചില്ല ഞാൻ എന്തിനാ അവന്റെ അടിമയായി നിൽക്കുന്നതെന്ന്, എന്റെ ഒരു അടിക്കില്ല അവൻ, പക്ഷെ ജിൻസങ്ങിനെ ഒറ്റയ്ക്ക് തകർക്കാൻ ഞാൻ നോക്കിയാ എനിക്ക് അവന്റെ ഫ്രണ്ടിനെ നേരിടേണ്ടി വരും. സോങ് ഹ്യോപ്പ് ഈ ഏരിയ തന്നെ സ്ട്രോങ് അവനാ, ഇവനുള്ളിടത്തോളം കാലം എനിക്ക് ജിൻസങ്ങിന്റെ അടിമയായി നിൽക്കാനേ പറ്റൂ എന്ന് പറഞ്ഞ് പോകുമ്പോ എനിക്ക് എന്തായാലും ഒരു പ്ലാൻ കണ്ടെത്തിയേ പറ്റൂ എന്നും പറഞ്ഞ് നിൽക്കുവാണ് ഈജെ. ഇപ്പൊ കഫറ്റേരിയയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈജയുടെ അടുത്ത് വന്ന് ജിൻസങ് ഈജയുടെ തലക്കിട്ട് ഒരെണ്ണം കൊടുത്ത് അവനെയും കളിയാക്കി അവിടെ നിന്ന് പോവാണ്. പക്ഷെ ഇപ്രാവശ്യം ഈജ വെറുതെ ഇരുന്നില്ല, ആ ഫുഡ് മൊത്തം കൊണ്ടുപോയി ജിൻസങ്ങിന്റെ തലയിൽ കമഴ്ത്തുവാണ് അവൾ. എന്നാ നീ നിന്റെ ഫുഡ് കംപ്ലീറ്റ് ആക്ക് എന്ന് പറഞ്ഞിപ്പോ ഈജ അവിടെ നിന്ന് പോകുന്നതും എല്ലാവരും ജിൻസങ്ങിനെ നോക്കി കളിയാക്കുവാണ്. ഈ സമയം ജിൻസങ് തേസക്കിനെ നോക്കി ആ പട്ടീനെ പോയി പിടിക്കടാ എന്ന് പറയുന്നുണ്ടെങ്കിലും നീ പോയി ആദ്യം ഒന്ന് ഫ്രഷ് ആവ്, ഞങ്ങൾ ഇത് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് കൂളായിട്ട് അവിടെ ഇരിക്കുവാണ് തേസോ.
തേസോക്ക്. ഇപ്പൊ തേസക്ക് ഇങ്ങനെ ഇരിക്കാൻ കാരണം ഈജി ഇവന്റെ അടുത്ത് വന്ന് നിനക്ക് ജിൻസങ്ങിനെ ഇല്ലാതാക്കണമെങ്കിൽ ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നത്തിൽ നീ ഇനി ഇടപെടരുത് എന്ന് ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിജെക്ക് എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്ന് വിചാരിച്ച് ആ ഒരു വിശ്വാസത്തിലാണ് തേസോക്ക് ഒന്നും മിണ്ടാതിരുന്നത്. ഇപ്പൊ ജിൻസങ് വെറുതെ ഇരുന്നില്ല, ഇവൻ നേരെ ഇക്കാര്യം പോയിട്ട് സ്യോങ്യോപ്പിനോട് പറയുവാണ്. ഇത് കേട്ടതും സ്യോങ്യോപ്പ് ആണെങ്കിൽ അവന്റെ കൂട്ടാളികളൊക്കെ വിളിച്ച് ക്ലാസ്സിലേക്ക് വരുവാണ്. ഈ സമയം ഈജി ആണെങ്കിൽ കോമിക്സ് ഒക്കെ വായിച്ച് ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുവായിരിക്കും. ഈ സമയം തേസോക്ക് ഇവന്റെ അടുത്ത് വന്ന് നീ ഇവിടെ കഥാപുസ്തകം വായിച്ചോണ്ടിരുന്നു, നീ എന്നോട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് ഒരു പ്ലാൻ ഇല്ലാതെയാണ്, എനിക്ക് എന്തെങ്കിലും പറ്റിയാ എന്ന് പറയുമ്പോ എനിക്കൊരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞ് കൂളായിട്ടിരിക്കുവാണ് ഈജി. ഇപ്പൊ സ്യോങ്യോപ്പ് ആണെങ്കിൽ നേരെ വന്ന് തേസോക്കിനോട് നീയാണോ നൂഡിൽസ് ജിൻസങ്ങിന്റെ മേലേക്ക് വെച്ചേ എന്ന് ചോദിക്കുമ്പോ അല്ല എന്ന് പറയുന്ന തേസോക്കിനെ കണ്ട് പിന്നെ ആരാന്ന് സ്യോങ്യോപ്പ് ജിൻസങ്ങിനോട് ചോദിക്കുമ്പോ അത് പിന്നെ ആശാരത് ഈ ചെറുക്കനാ എന്ന് പറഞ്ഞ് ഈജയെ കാണിച്ചു കൊടുക്കുവാണ് ജിൻസൺ. ഇപ്പൊ സ്യോങ്യോപ്പ് ആണെങ്കിൽ ഈജയുടെ അടുത്ത് പോയി അവനെ വിളിക്കുമ്പോ എന്താ എന്നും പറഞ്ഞ് വളരെ നിഷ്കളങ്കമായി സ്യോങ്യോപ്പിനെ നോക്കുവാണ് ഈജെ. എടാ ഈ കുരുപ്പിനെ അടിച്ചോടിക്കാനാണോടാ ഞങ്ങളെല്ലാവരെയും കൂടെ നീ ഇങ്ങോട്ട് വരുത്തിയേ എന്നും പറഞ്ഞ് ഇപ്പൊ എല്ലാവരും ജിൻസങ്ങിനെ കളിയാക്കുന്നുണ്ട്. സ്യോങ്യോപ്പ് ആണെങ്കിൽ ഇനി മേലാൽ ഇതുപോലത്തെ നാണം കിടന്ന പരിപാടിക്ക് എങ്ങനെ എന്നെ വിളിച്ച എന്ന് ജിൻസങ്ങിനെ ചീത്ത പറഞ്ഞ് നടന്നത് പോവാണ്. എല്ലാത്തിനും കാരണം നീയാ എന്നും പറഞ്ഞ് ഈജയ്ക്ക് ഇട്ടൊരെണ്ണം കൊടുക്കാൻ ജിൻസൺ പോകുമ്പോ തേസക്ക് അതിനെ തടഞ്ഞ് ജിൻസങ്ങിന് ഇട്ടൊരെണ്ണം കൊടുക്കുവാണ്. അങ്ങനെ അതോടെ ജിൻസങ്ങിന്റെ അവിടുത്തെ ഭരണം അവസാനിച്ചു. ജിൻസങ്ങിന്റെ ഗേൾ ഫ്രണ്ട് വരെ സോങ്യോപ്പിന്റെ അടുത്തേക്ക് പോയി. ഇപ്പൊ രാത്രി ഒരു പാർക്കിലിരിക്കുന്ന ഈജയുടെ അടുത്തേക്ക് ജിൻസങ് വന്ന് ഇതൊക്കെ നിന്റെ തെറ്റാ എന്ന് പറയുമ്പോ നീ ഇങ്ങനെ ആവാൻ കാരണം ഞാനാണോ, നിന്റെ തെറ്റ ഇതല്ല, നീ കാരണം എനിക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വന്നേ എന്ന് പറഞ്ഞ് ഈജ അവിടെ നിന്ന് പോകുമ്പോ തന്റെ ഗേൾ ഫ്രണ്ട് പോലും ഇപ്പൊ തന്റെ കൂടെ ഇല്ല എന്ന് മനസ്സിലാക്കി വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുവാണ് ജിൻസൺ. ഇപ്പൊ ഈജ ആണെങ്കിൽ പാട്ടൊക്കെ കേട്ട് കൂളായിട്ട് നടന്നു വരുന്ന വഴി നേരെ ഒരു വണ്ടിയുടെ മുന്നിൽ പോയി ചാടുവാണ്. പക്ഷെ കറക്റ്റ് സമയത്ത് ആ ഡ്രൈവർ വണ്ടി നിർത്തിയോണ്ട് ഈജയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും പറ്റുന്നില്ല. ചാവാനാണെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോടാ എന്ന് ഇവനെ ചീത്തയും വിളിച്ച് ആ വണ്ടി അവിടെ നിന്ന് പോകുമ്പോ ഇപ്പൊ ഈജയ്ക്കാണെങ്കിൽ പിറകിൽ ഒരു ശക്തമായ ആക്രമണം ഉണ്ടാവുകയാണ്. ഇപ്പൊ നോക്കുമ്പോ എല്ലാം നഷ്ടപ്പെട്ട് ഒരു സൈക്കോയെ പോലെ നിൽക്കുന്ന ജിൻസങ് ആണത്. ചാവടാന്ന് പറഞ്ഞ് ഇപ്പൊ തന്റെ കയ്യിലിരിക്കുന്ന ഇഷ്ടിക കൊണ്ട് ഈജയുടെ തല അടിച്ചു പൊട്ടിക്കുകയാണ് ജിൻസൺ. അങ്ങനെ അവിടെ വെച്ച് സീൻ കട്ടാക്കുമ്പോ ഈ ഒരു ജീവിതവും ഈജയെ വിട്ടു പോവുകയാണ്. എന്ന് ഇപ്രാവശ്യം ഹ്യോക്സുക് മരിക്കുന്നതിൽ നിന്നും അവനെ തടഞ്ഞതുകൊണ്ട് തന്നെ ഡെത്ത് ഇവനോട് കള്ളം പറഞ്ഞെന്നും വെറുതെ പ്രതീക്ഷ നൽകിയെന്നെല്ലാം പറഞ്ഞ് ഈജ ദേഷ്യപ്പെടുന്നതും ഡെത്ത് ഇവനെ ചുരുട്ടിക്കൂട്ടി എറിയുവാണ്. ഇപ്പൊ നിലത്ത് വീണ് കിടക്കുന്ന ഈജയോട് ഡെത്ത് ഞാൻ ഒരിക്കലും കള്ളം പറയാറില്ല, എനിക്ക് നീ സ്ട്രഗിൾ ചെയ്യുന്നത് കാണാൻ ഇഷ്ടമാണെങ്കിലും ഞാൻ ഗെയിംസിന്റെ റൂൾസ് തെറ്റിക്കാറില്ല എന്ന് പറഞ്ഞ് ഈജയുടെ മുഖം ചേർത്തുരച്ച് ഇനിയും നീ നിന്റെ മാനേഴ്സ് തെറ്റിക്കുവാണെങ്കിൽ ഞാൻ നിന്നെ ഒറ്റയടിക്ക് നരകത്തിലോട്ട് അയക്കും. ഹ്യോക്സു എന്തായാലും മരിക്കാൻ പോവുകയായിരുന്നു, പക്ഷെ നീ ഇവിടെ ഇപ്പൊ എത്താൻ കാരണം എന്റെ തെറ്റുകൊണ്ടല്ല, നീ എടുത്ത ചോയ്സസിന്റെ തെറ്റുകൊണ്ടാ എന്ന് പറയുമ്പോ എന്നാ കുറച്ചുകൂടെ ശക്തിയുള്ള ഒരു ബോഡി എനിക്ക് തന്നാൽ എന്താ എന്ന് ഈജ ചോദിക്കുന്നത് കേട്ട് അപ്പൊ കാണുന്നതിൽ എന്താ ഒരു ഹരം, ഇനി തൊട്ട് മരണം നിനക്ക് തരുന്ന വേദന വളരെ കൂടുതലായിരിക്കും എന്നും പറഞ്ഞ് ഡെത്ത് ഈജയുടെ അടുത്ത ജന്മത്തിലേക്ക് അവൻ അയക്കുവാണ്. ഇതെന്താ വല്ലാതിരുട്ട്, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോ ഈ ഈജ ആരോ തലവഴി മൂടി കെട്ടിവെച്ചേക്കുവാണ്. കുറച്ചുപേരെ അവിടെ കത്തിക്കൊക്കെ മൂർച്ച കൂട്ടുന്നുണ്ട്. ഇപ്പൊ നോക്കുമ്പോ ഒരു വലിയ സംഘത്തിന്റെ അടുത്ത് തന്നെ അകപ്പെട്ടിരിക്കുകയാണ് ഈജ ഇപ്രാവശ്യം. അവനെ ഇട്ട് കുറെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ഈജയുടെ മുഖം മൂടി മാറ്റുമ്പോ അവിടുത്തെ ബോസ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ പറ ആ പെണ്ണും പൈസ എവിടെയാ എന്ന് ഈജയോട് ചോദിച്ചിട്ടും മറുപടി കിട്ടാതാകുമ്പോ അവന്റെ കണ്ണങ്ങടുത്തേക്ക് എന്ന ബോസിന്റെ ഉത്തരവ് പ്രകാരം എല്ലാം കൂടെ ഒരു മൂർച്ചയുള്ള ആയുധം കൊണ്ട് ഇവനെ കണ്ണി കുത്താൻ പോകുന്നതും നിക്ക് ഞാൻ എല്ലാം പറയാം, പക്ഷെ എനിക്കെല്ലാം ഓർത്തെടുക്കാൻ കുറച്ച് സമയം വേണം എന്ന് ഇതുവരെ മെമ്മറി ഡയമണ്ട് തന്റെ അടുത്തേക്ക് വരാത്തോണ്ട് തന്നെ എന്താണ് സംഭവം എന്ന് അറിയാത്ത ഈജയെ കുറച്ച് സമയത്തിന് വേണ്ടി ചോദിക്കുമ്പോ ഞാൻ നിനക്ക് ഇപ്പൊ എല്ലാം ഓർമ്മിപ്പിച്ചു തരാം എന്നും പറഞ്ഞ് ഒരു ചുറ്റിക എടുത്ത് ഇവന്റെ തല അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി വരുവാണ് ബോസ്. ഇപ്പൊ ഈ ഒരു സമയത്താണ് മെമ്മറി ഡയമണ്ട് അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ ഇയാളുടെ പേര് ലീ ജൂഹുൻ, 35 വയസ്സ്. ഇവൻ വലിയൊരു ക്രിമിനൽ സംഘത്തിന്റെ അംഗമാണ്. ഈ സമയം ഇപ്പൊ ഇവന്റെ ബോസിന്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഇഷ്ടത്തിലാവുകയാണ്. അങ്ങനെ ഇപ്പോ ഇവളുമായിട്ട് കടന്നു കളയാൻ തീരുമാനിച്ച് ബോസിന്റെ കയ്യിൽ നിന്ന് 10 മില്യൺ കാഷും അടിച്ചു മാറ്റി രക്ഷപ്പെട്ടു പോവാൻ നേരത്താണ് ബോസിന്റെ അനുനായികൾ ഇവനെ പിടിക്കുന്നത്. അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ഈജയ്ക്ക് ഇവന്റെ മെമ്മറിയും സ്ട്രെങ്തും വരുന്നതും ചുറ്റിക കൊണ്ട് അടിക്കാൻ വരുന്ന ബോസിനെ തള്ളി മാറ്റി എല്ലാത്തിനെയും അടിച്ച് പഞ്ചറാക്കുവാണ്. ഇപ്പൊ ഇവരുള്ളത് ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ട്രക്കിലാണ്. ഇപ്പൊ ഈജ ആണെങ്കിൽ ഇവന്റെ അടുത്തുള്ള 10 ബില്യൺ ക്യാഷ് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഈ ലൈഫിൽ ഇവൻ മരിക്കുവാണെങ്കിലും അടുത്ത ലൈഫിൽ അത് അവന് കണ്ടുപിടിച്ച് നല്ലപോലെ ജീവിക്കാം എന്നൊരു കണക്ക് കൂട്ടല് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രക്കിൽ നിന്നും ഒരു ബൈക്കിൽ രക്ഷപ്പെടുവാണ് ഇവൻ. ഇപ്പൊ ഇവൻ രക്ഷപ്പെട്ട കാര്യം ബോസ് ആണെങ്കിൽ എല്ലാവരും വിളിച്ച് അറിയിക്കുന്നുണ്ട്. ഒപ്പം ആ ട്രക്കും കൊണ്ട് ബോസ് പിന്നാലെയും. ഇയാൾ നല്ലൊരു റൈഡർ ആയതുകൊണ്ട് തന്നെ ഈ സ്കിൽസ് ഒക്കെ കിട്ടി ഈജയ്ക്ക് ചേസ് ചെയ്ത് വരുന്നവരിൽ നിന്നും പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആവാൻ സാധിക്കുന്നുണ്ട്. ഈ ബോസ് നല്ലൊരു ഇൻഫ്ലുവൻസ് ഉള്ള ആളായതുകൊണ്ട് തന്നെ പോലീസുകാർ വരെ ഈജയുടെ പിന്നാലെയാണ്. ഇപ്പോ ഈ ട്രക്കിൽ വരുന്ന ബോസിന്റെയും ഒരു ബോസ് ഉണ്ട്. ഇയാളാണ് ആളുകളെയൊക്കെ വിളിച്ച് ഇവന്റെ പിന്നാലെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞേൽപ്പിക്കുന്നത്. ഇപ്പോ ഈജയാണെങ്കിൽ ബൈക്കും കൊണ്ട് ഒരു മാളിലോട്ട് ഇടിച്ചു കയറുവാണ്. പക്ഷേ അതിന്റെ ടെറസിലെത്തുമ്പോഴാണ് ഈജയ്ക്ക് താൻ കുടുങ്ങിയെന്ന് മനസ്സിലാകുന്നത്. ബോസും ആൾക്കാരും ഇവനെ വളഞ്ഞു കഴിഞ്ഞു. ഇത് മനസ്സിലാക്കി ഈജെ ആ ബൈക്കും കൊണ്ട് നേരെ താഴെ പൂളിലേക്ക് എടുത്തൊരു ചാട്ടം. അങ്ങനെ ഒരു കണക്കിന് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഇപ്പൊ ഇവൻ നേരെ ചെല്ലുന്നത് ബോസിന്റെ കാമുകിയുടെ അടുത്തേക്കാണ്. ഇവനെ കണ്ടതും ഇവൾ ഓടി വന്ന് ഇവനെ ഹഗ് ചെയ്യുവാണ്. ഇയാളെ ശരിക്കും ഇവളെ ഇഷ്ടപ്പെട്ട് കാണണം എന്നിപ്പോ ഈജെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഞാൻ ഓർത്തു നീ വരില്ലെന്ന്. എന്നിപ്പോ ഇവള് പറയുമ്പോ എല്ലാം കഴിഞ്ഞു, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇവളെ സമാധാനിപ്പിക്കുകയാണ് ഈജെ. അല്ല ആ പൈസ എവിടെ എന്ന് ഈജയോട് ചോദിക്കുമ്പോ അത് ദേ ആ ലൈറ്റ് കാണുന്ന
പോകുന്ന ബോട്ടിലുണ്ട് എന്ന് പറഞ്ഞ് ആ ബോട്ടിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാണ്. ഇപ്പോ ഈജ തിരിയുന്നതും അവൾ ഇവനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുവാണ്. ഈ ഒരു ട്വിസ്റ്റ് ഈജ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ണു തുറക്കുമ്പോഴേ ഇവനെ കളിയാക്കി ചിരിച്ചോണ്ട് ഡെത്ത് മുന്നിൽ. അവളിപ്പോ എന്തിനാ എന്നെ കൊന്നേ എന്ന് ഇവൻ ചോദിക്കുമ്പോൾ, നീ പൈസ ഇല്ലാത്തോണ്ട് മരിച്ച പോലെ തന്നെ അവൾ നിന്റെ പൈസയ്ക്ക് വേണ്ടി കൊന്നു. നിന്നെ പോലുള്ള ഒരു ഫൂളിന് ഇങ്ങനെ തന്നെ മരിക്കാനാ വിധി എന്ന് പറഞ്ഞ് ഇവനെ ഡെത്ത് കളിയാക്കി ചിരിക്കുമ്പോൾ ഈജ മനസ്സിൽ, നീ എന്നെ ഒരു ഫൂളായിട്ടാണ് കണ്ടേ, പക്ഷെ നിനക്ക് തെറ്റി. എന്റെ പ്ലാൻസ് നിനക്ക് അറിയില്ലല്ലോ. ലീ ജുൻഹാന പൈസ ഒളിപ്പിച്ചത് മറ്റൊരിടത്താ. അതെവിടെയാന്ന് അറിയുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാ. അത് ഞാൻ കണ്ടുപിടിച്ച് നീ എന്നെ ഇപ്പൊ കുരുക്കിയിട്ടുള്ള ഈ കുരുക്കിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. അപ്പോ നിന്റെ മുഖത്തുള്ള ഈ ചിരി എന്റെ മുഖത്തായിരിക്കും എന്ന് പറഞ്ഞ് ഡെത്തിനെ മനസ്സിൽ പുച്ഛിച്ച് ചിരിക്കുമ്പോൾ, നീ ചിരിക്കുവാണോ? നമുക്ക് നോക്കാം നിനക്ക് ഇതുപോലെ തന്നെ ഇനിയും ചിരിക്കാൻ കഴിയൂന്ന് എന്ന് പറഞ്ഞിപ്പോ ഡെത്ത് ഈജയെ ഷൂട്ട് ചെയ്യുവാണ്. കണ്ണു തുറക്കുമ്പോൾ ഇപ്പൊ ഈജ ഉള്ളത് ഒരു സെല്ലിലാണ്. ഇപ്രാവശ്യം ഡെത്ത് ഇവനെ കുരുക്കി കളഞ്ഞു. എന്റെ പൈസ പോയെന്നും പറഞ്ഞ് അവിടെ കിടന്ന് ഇപ്പൊ ഈജ നിലവിളിക്കുമ്പോൾ ഒരു പോലീസുകാരൻ അങ്ങോട്ട് വന്ന്, എന്താണ് അവിടെ കിടന്ന് ശബ്ദം ഉണ്ടാക്കുന്നത് എന്നും പറഞ്ഞ് ഇവനെ ഇവന്റെ സെല്ലിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുവാണ്. ഇവന്റെ സെല്ലിൽ ഇവനെ കൂടാതെ 1-2 പേരും കൂടെ ഉണ്ട്. മെമ്മറി ഡയമണ്ട് ഇതുവരെ വരാത്തതുകൊണ്ട് തന്നെ കാര്യമൊന്നും ഈജയ്ക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ അവിടെ കണ്ട സുഹോ എന്ന് പറഞ്ഞൊരു ചെറുക്കനോട്, നിനക്ക് ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നതെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പൊ അത് നീ മറന്നോ? 4 ദിവസത്തിന് ശേഷം നമ്മൾ 2 പേരും ഇവിടുന്ന് പുറത്തിറങ്ങാൻ പോയല്ലേ, പിന്നെ അതുവരെ നീ നിന്റെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ആ സൈക്കോപാത്ത് കില്ലർ നിന്നെ കൊല്ലാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ സുഹോ ഇപ്പോ ആ സൈക്കോയുടെ ഷെൽഫ് ഈജയ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ മൊത്തം പേടിപ്പെടുത്തുന്ന ചിത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെയാ. ഇപ്പൊ അത് നോക്കിക്കൊണ്ടിരിക്കെ ആ സൈക്കോയെ പോലീസുകാർ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. സെല്ലിലുള്ള മറ്റെല്ലാവർക്കും ഇവനെ ഭയങ്കര പേടിയാ. ഇപ്പോ ഈ സൈക്കോ കില്ലർ ആരാന്ന് പറഞ്ഞ നമ്മുടെ ഈജയുടെ ജന്മമായിരുന്ന സ്കൂൾ ബോയ് ഹൊക്സൂനെ തലക്കടിച്ച് കൊന്ന ജിൻസങ് ആണിത്. ഇപ്പൊ ഈജയെ കാണുമ്പോ ജിൻസങ്, ഓ നീ വന്നോ, ഞാൻ പറഞ്ഞതല്ലേ നീ നിന്റെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നിവൻ ഈജയെ താക്കീത് ചെയ്യുന്നത് പോലെ പറയുമ്പോ, ഇവനാണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ തന്നെ കൊന്ന ദേഷ്യം കൂടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യത്തിൽ കൺട്രോൾ പോയി ഇവൻ ഇട്ടൊരെണ്ണം കൊടുക്കുവാണ്. പക്ഷെ കൂടെയുള്ളവരൊക്കെ ആണെങ്കിൽ എടാ അവൻ നിന്നെ കൊല്ലൂടെ എന്നൊക്കെ പറഞ്ഞ് ഇവനെ പിടിച്ചു മാറ്റുന്നുണ്ട്. ഈ സമയമാണ് ഇപ്പൊ മെമ്മറി ഡയമണ്ട് ഈജയിലോട്ട് വരുന്നത്. ഓർമ്മകളിലോട്ട് പോകുമ്പോൾ ഇവന്റെ പേര് ചോയ് തേസാങ്, 21 വയസ്സ്. ചെറുപ്പം തൊട്ടേ ഒരു വലിയ MMA ഫൈറ്റർ ആവണമെന്നാണ് ഇവന്റെ ആഗ്രഹം. പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇവൻ അത് സാധിക്കാതെ പോയി. എന്നും വീട്ടില് കടം വാങ്ങിയ ആളുകളൊക്കെ വന്ന് അമ്മയെ ശല്യപ്പെടുത്തുന്നതെല്ലാം കണ്ട് സഹി കെട്ടിയിരിക്കെ ഒരിക്കൽ തേസങ്ങിന് ഒരു കോള് വരും. നിനക്ക് പൈസ വേണമെങ്കിൽ പറയുന്നിടത്തേക്ക് വരിക എന്നുള്ളതായിരുന്നു അതിന്. ഇപ്പൊ പോയി നോക്കുമ്പോൾ ഒരു വലിയ ബിസിനസ്മാന്റെ അഡ്വക്കേറ്റ് ആയിരുന്നു ഇവനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ബിസിനസ്സുകാരന്റെ വണ്ടി ഇടിച്ച് ഒരു പെൺകുട്ടി ആശുപത്രിയിലാണ്. ആ കേസ് ഇപ്പോൾ തേസാങ് ഏറ്റെടുക്കുകയാണെങ്കിൽ 200 മില്യൺ ക്യാഷ് തരാമെന്നും നീ ഇപ്പോഴും മൈനർ ആയതുകൊണ്ട് തന്നെ നിന്റെ പേരിലെ കേസൊന്നും വരില്ല എന്നുകൂടി ഇയാള് പറയുന്നത് കേട്ട് ഇത് ഏറ്റെടുക്കാൻ തന്നെ തേസങ് തീരുമാനിക്കുകയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സ്വയം കീഴടങ്ങുന്നു. പക്ഷെ ഇതിന്റെ ട്രയൽ നടക്കുമ്പോഴാണ് തേസങ് അറിയുന്നത് ആ പെൺകുട്ടി മരണമടഞ്ഞെന്നും അതുകൊണ്ട് തന്നെ ഇവന് 2 കൊല്ലത്തെ തടവ് ശിക്ഷ ലഭിച്ചു എന്നും. തന്നെ ഇത്തരത്തിലൊരു ട്രാപ്പിലാക്കി വക്കീലിനോട് തനിക്ക് പൈസ കൂട്ടി തന്നില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയുമെന്നെല്ലാം പറഞ്ഞ് ഇവൻ ബ്ലാക്ക് മെയിലും ചെയ്യുന്നുണ്ട്. ഇപ്പൊ മെമ്മറി കട്ടാകുമ്പോൾ ജിൻസങ്ങിനെ കാണുമ്പോഴാണ് അവൻ ആദ്യമായിട്ട് സെല്ലിലോട്ട് വന്നിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഓർമ്മ ഈജയ്ക്ക് വരുന്നത്. ജിൻസങ് ഇവരോടെല്ലാവരോടും താനൊരു സൈക്കോ കില്ലറാണെന്നും ആളുകളെ കൊല്ലുന്നത് തനിക്കൊരു ഹരമാണെന്നും എപ്പോഴും മറ്റുള്ളവരെ കൊല്ലാനുള്ള ഒരു ടെൻഡൻസി തന്നിലുണ്ടെന്നും എല്ലാം പറഞ്ഞ് എല്ലാവരെയും പേടിപ്പിച്ച് വച്ചിരിക്കുകയായിരുന്നു. ഇപ്പോ സത്യങ്ങളൊക്കെ അറിയുന്ന ഈജ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പൊട്ടിച്ചിരിക്കുവാണ്. നീ ഇത്ര നല്ലൊരു നടനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നും പറഞ്ഞ ഈജെ അവിടെ ഉള്ളവരോട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ ഏൽപ്പിച്ച് ജിൻസങ്ങിന്റെ അടുത്ത് പോയിപ്പോ, നീയാണോ സൈക്കോ കില്ലർ എന്നും പറഞ്ഞ് അവനിട്ട് കുറെ കൊടുക്കുമ്പോ ഇപ്പൊ അവൻ കരഞ്ഞുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുവാണ്. ഞാൻ എന്ത് കാര്യത്തിനാ നിന്നോട് ക്ഷമിക്കേണ്ടേ എന്നിപ്പോ ഈജ ചോദിക്കുമ്പോ, ഞാൻ നിന്നോട് വഴക്ക് കൂടാൻ വന്നതിന് എന്നോട് ക്ഷമിക്കണം എന്ന് ജിൻസങ് പറയുന്നത് കേട്ട്, അല്ല അതിനുവേണ്ടിയല്ല നീ ക്ഷമ ചോദിക്കേണ്ടത്, ഹൊക്സൂനെ കൊന്നതിന് എന്ന് പറയുന്നത് കേൾക്കുമ്പോ ഇവനെങ്ങനെ ഹൊക്സൂനെ അറിയാം എന്നും പറഞ്ഞ് ഞെട്ടി നിൽക്കുവാണ് ജിൻസങ്. ഇപ്പൊ എല്ലാവരോടായിട്ട്, എല്ലാവരും കേട്ടോ ഇവ സൈക്കോ കില്ലർ ഒന്നുമല്ല, ഇവൻ പുള്ളി ചെയ്തൊരു കുട്ടിയെ തലക്കടിച്ച് കൊന്നതിന് ഇവനിവിടെ വന്നേക്കുന്നത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഇവ ശരിക്കും പറ്റിച്ചു എന്ന് അറിയുന്ന മറ്റ് സെൽ മെമ്പേഴ്സ് ആണെങ്കിൽ ഇവനെ എടുത്ത് ചുരുട്ടിക്കൂട്ടുവാണ്. ഇപ്പൊ സീൻ കട്ടാക്കുമ്പോൾ ജയിലിൽ വെച്ച് ഈജയ്ക്ക് നേരെ ആ വക്കീല് പറഞ്ഞു വിട്ട ആളുകള് ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഈജെ അത് നൈസായിട്ട് കൈകാര്യം ചെയ്യുന്നു. ഇപ്പൊ സീൻ കട്ടാകുമ്പോൾ സുഹോയും ഈജയും സംസാരിച്ചോണ്ടിരിക്കെ, നിനക്ക് പേടിയുണ്ടോ? പേടിയോ? എന്തിന്? പുറത്തേക്ക് ഇറങ്ങിയാ നമുക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടുമോന്നോർത്ത് നീ ഇവിടെ വന്നതോർത്ത് പശ്ചാത്തപിക്കുന്നുണ്ടോ? അതോർത്ത് ഞാൻ എല്ലാ ദിവസവും റിഗ്രറ്റ് ചെയ്യും. നീയോ? ആദ്യമൊക്കെ എനിക്ക് ജീവിതം വളരെ അൺഫെയർ ആയിട്ട് തോന്നി. പക്ഷെ ഇപ്പോൾ മരണമെന്ന ഈ തടവറയിൽ കിടക്കുന്നതോർത്ത് ഞാൻ എന്ന് റിഗ്രറ്റ് ചെയ്യും. പക്ഷെ അതിപ്പോൾ വളരെ വൈകിപ്പോയി. നരകം എന്തെന്ന് മനസ്സിലായി എനിക്ക് ജീവിതമാണ് ഏറ്റവും വലിയ സ്വർഗമെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിന്റെ കാര്യത്തിൽ ഒട്ടും വൈകിയിട്ടില്ല. ഇപ്പൊ സീൻ കട്ടാകുമ്പോൾ രാത്രി എല്ലാവരും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കെ ഈജയെ കൊല്ലാനുള്ള ആയുധം മൂർച്ച കൂട്ടിയിരിക്കുമായിരിക്കും ജിൻസ. പക്ഷെ പിറകിലൂടെ വന്ന് ഈജ ഇത് കൈയോടെ പൊക്കുന്നു. ഇതൂടെ ആയതോടെ ഇവൻ ഇവിടെ വെച്ച് കൊല്ലാൻ തന്നെ ഈജയ്ക്ക് തോന്നുവാണ്. പക്ഷെ പുറത്തിറങ്ങി പൈസ എടുക്കാനുള്ളതുകൊണ്ട് മാത്രം അവൻ അതിന് തുനിയുന്നില്ല. ഞാൻ അടിച്ചു ഭാഗത്ത് നിനക്ക് വേദനിക്കുന്നുണ്ടോ? സ്കൂളിൽ വെച്ച് തേസക്ക് അടിച്ചതിനേക്കാൾ വേദനിക്കുന്നുണ്ടോ എന്നിപ്പോ ഈജ പറയുന്നത് കേട്ട് ഇവൻ എങ്ങനെ തേസക്കിനെ അറിയാം എന്ന് പറഞ്ഞ് ഞെട്ടി നിൽക്കുന്ന ജിൻസാങ്ങിനോട് ഈജെ, ഇതൊക്കെ എന്നോട് ഹ്യൊക്സ് പറഞ്ഞതാ, അവൻ നിന്റെ പിറകിൽ തന്നെ ഉണ്ട് എന്നും പറഞ്ഞ് പിറകി കാണുന്ന ഒരു നിഴലിലോട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാണ്. നിനക്കറിയോ, എനിക്ക് മരിച്ച ആൾക്കാരെ കാണാൻ കഴിയും. എന്റെ അമ്മ ഒരു ഷമാനായിരുന്നു. എന്താ നിനക്ക് വിശ്വാസാവുന്നില്ലേ? എടാ ഹ്യൊക്സു, ഇവൻ നമ്മളെ വിശ്വസിക്കുന്നില്ലാന്ന്. ഓ എന്ത്? ആ അതല്ലേ ഹ്യൊക്സ്
ഹ്യോക്സ് പറയുന്നത് അവന്റെ തലയിലോട്ട് ഒരിക്കൽ ന്യൂഡിൽസ് ഒഴിച്ചിട്ടുണ്ടെന്നാ. ശരിയാണോ? അതുപോലെ തന്നെ അവനെ കൊന്നതിൽ നീ പശ്ചാത്തപിക്കുന്നുണ്ടോന്നും ചോദിക്കാൻ പറഞ്ഞു. എന്നിപ്പോ ഈജെ പറയുന്ന കള്ളങ്ങൾ കേട്ട് ആകെ കിളി പോയിരിക്കുവാണ് ജിൻസാങ്. ഞാൻ എന്തിനു പശ്ചാത്തപിക്കണം? ഞാനിപ്പോ ഈ അവസ്ഥയിലാവാനേ കാരണം അവനാ. എന്നിപ്പോ ജിൻസാങ് പറയുന്നത് കേട്ട് ഇവൻ മാറാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കി ഈജെ ആണെങ്കിൽ ഹ്യോക്സ് ഇപ്പൊ പറയുന്നത് അവൻ മരണം വരെ നിന്റെ പിന്നാലെ ഉണ്ടാവുമെന്ന് എന്നും പറഞ്ഞ് ഇവനെ പേടിപ്പിച്ചൊരു പരുവാക്കുന്നു. അങ്ങനെ ഇപ്പൊ ചെറുതായിട്ട് ഒരു പ്രാന്ത് പോലെയൊക്കെ ആവാണ് ഇവന്. ഇപ്പൊ 4 ദിവസം കഴിഞ്ഞ് ഈജയും സുഹോയും എല്ലാം ജയിലിന് പുറത്തിറങ്ങുവാണ്. എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഈജയെ കൂട്ടിക്കൊണ്ടു പോകാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തിളപ്പിച്ച് പറയാൻ പറ്റില്ല. ഇവനെ കാത്ത് കറക്റ്റ് സമയത്ത് ആ വക്കീൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ വക്കീല് ഇവൻ ചോദിച്ച പൈസ കൊടുക്കുമ്പോ ഇനിയും ശത്രുക്കളെ വാരിക്കൂട്ടിയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ഈജെ അത് വേണ്ട എന്നും താൻ ഒരു നല്ല ജീവിതം നയിക്കാൻ പോവുകയാണെന്നും നമ്മൾക്കിടയിലുള്ള രഹസ്യം ഞാൻ ആരോടും പറയില്ല എന്നെല്ലാം പറഞ്ഞ് ആ പൈസ വാങ്ങാതെ അവിടെ നിന്ന് പോകുന്നു. നേരെ പോകുന്നത് ഇവന്റെ കഴിഞ്ഞ ജന്മത്തിലെ അവൻ ഒളിപ്പിച്ചു വെച്ച ആ പൈസ തപ്പിയായിരുന്നു. ഒരു ബോട്ടൊക്കെ എടുത്ത് ഇപ്പൊ കറക്റ്റ് സ്ഥലത്ത് പോയി നോക്കുമ്പോ പൈസ അവിടെ തന്നെയുണ്ട്. പൈസയൊക്കെ കിട്ടിയതല്ലേ, ഇനിയൊന്ന് മയങ്ങിക്കളയാം എന്നും പറഞ്ഞ് അവിടെ കിടന്നൊന്ന് ഉറങ്ങുമ്പോൾ അവന്റെ സ്വപ്നത്തിലേക്ക് അവന്റെ സ്വന്തം അമ്മ വരികയാണ്. ഇത് കണ്ട് അവൻ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ലൈഫിലെ ഇവന്റെ അമ്മ വിളിച്ച് മോൻ എവിടെയാണെന്നും പെട്ടെന്ന് വീട്ടിലോട്ട് വരാനും കാണാൻ കൊതിയാവുന്നു എന്നെല്ലാം പറയുന്നത്. അവിടേക്ക് പോകുന്നതിന് മുന്നേ ഇവന്റെ കയ്യിലുള്ള കാശ് ഇവൻ 2 ബാഗുകളിലേക്കായി മാറ്റുന്നുണ്ട്. ഒരെണ്ണം ഇവനും ഒരെണ്ണം ഇവന്റെ സ്വന്തം അമ്മയ്ക്കും. ശേഷം ഒരു ലോക്കറിൽ കൊണ്ടുപോയി പാസ്വേഡ് ഒക്കെ ഇട്ട് അവിടെ സൂക്ഷിക്കുന്നു. 4 ദിവസം മാത്രമേ ചുരുങ്ങിയത് ഈ ലോക്കറിലെ സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, താൻ വേഗം തന്നെ വന്ന് എടുക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈജെ ഇപ്പൊ അത് അവിടെ എടുത്ത് വെക്കുന്നത്. ശേഷം ഇപ്പൊ വീട്ടിലോട്ട് നടക്കുന്ന ഈജയുടെ പിന്നാലെ മറ്റൊരാൾ കൂടെ ഫോളോ ചെയ്തു വരുന്നുണ്ട്. തിരിഞ്ഞു നോക്കുന്ന ഈജയെ അയാൾ കത്തി കൊണ്ട് കുത്തുവാണ്. ഇയാളെ കണ്ടുപരിചയമില്ലാത്ത ഈജെ താൻ ആരാ എന്ന് ചോദിക്കുമ്പോൾ നീ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങാൻ രാവോ പകലോ ഇല്ലാതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന ആളാ ഞാൻ. എന്നിട്ടിപ്പോ ഞാൻ ആരാന്നോ? അവളുടെ അവസാന നിമിഷങ്ങളിൽ പോലും എന്റെ മോൾക്ക് സമാധാനമായിട്ട് മരിക്കാൻ സാധിച്ചില്ല. എന്നിട്ട് നിനക്ക് കിട്ടിയത് വെറും 2 വർഷത്തെ ശിക്ഷ മാത്രം എന്ന് പറയുമ്പോഴാണ് ഇപ്പൊ മനസ്സിലാകുന്നത് ഇവൻ ഒരു ആക്സിഡന്റ് കേസ് ഏറ്റെടുത്തല്ലേ ജയിലിൽ പോയത്. ഇയാള് ആ ആക്സിഡന്റിൽ മരണമടഞ്ഞ പെൺകുട്ടിയുടെ അച്ഛനാണ്. വെറും 20ാമത്തെ വയസ്സിൽ എന്റെ മോൾക്ക് അവളുടെ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഈജെ ഇപ്പോൾ അയാൾ കുത്താൻ പോകുമ്പോ എന്നോട് ക്ഷമിക്കണം, പക്ഷെ നിങ്ങളുടെ മകളെ കൊന്നത് ഞാനല്ല എന്ന് പറയുകയാണ് ഈജെ. ഇത് കേട്ട് അയാൾ ഒരു നിമിഷം പകച്ചു നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് ആരോ വരുന്ന ശബ്ദം കേൾക്കുന്നതും അയാൾ ഇവനെ അവിടെ ഇട്ട് ഓടിപ്പോകുന്നു. ഈ സമയം ഇപ്പോ ഇത് കണ്ട് സുഹ അങ്ങോട്ട് വരികയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് സുഹ ചോദിക്കുമ്പോ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് മറുപടി പറയുകയാണ് ഈജെ. ഹോ ഭാഗ്യം, ഞാനോർത്തു എന്നെക്കാൾ മുന്നേ നിന്നെ ആരോ കൊന്നെന്ന്. ഞാനായിരിക്കണം നിന്നെ കൊല്ലുന്ന വ്യക്തി എന്ന് സുഹ പറയുന്നത് കേൾക്കുമ്പോൾ തന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ നിൽക്കുന്ന ഈജെ പക്ഷെ എന്തിന്? ഞാൻ നിന്നോട് ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ നിന്നോട് എപ്പോഴും നല്ല രീതിയിലല്ലേ പെരുമാറിയേ എന്ന് സുഹയോട് ചോദിക്കുമ്പോ അതെ, പക്ഷെ അതിന് കാരണം ഞാൻ നിന്റെ അടിമയായി പിന്നാലെ നടന്നോണ്ടല്ലേ. പക്ഷേ എനിക്ക് അവർ കുറച്ച് പൈസ കൂട്ടി തരാന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴാണ് ഈജയ്ക്ക് മനസ്സിലാകുന്നത് ഇവൻ ആ വക്കീൽ ഏർപ്പാടാക്കിയ ആളുകളിൽ ഒരാളാണെന്ന്. ഇതിനിടയിൽ ഈജെ അവര് നിനക്ക് തരാന്ന് പറഞ്ഞ പൈസ ഞാൻ തരാ എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അപ്പോഴേക്ക് സുഹോ അവരെ കുത്തി അവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു. ചോരയൊലിപ്പിച്ച് ഇപ്പൊ മരിക്കാതായി കിടക്കുന്ന സമയത്താണ് ഇവന്റെ ഈ ജീവിതത്തിലെ അമ്മ തന്റെ മകനെ ഒരു നിമിഷം കാണാൻ വേണ്ടിയിട്ട് ഇവന്റെ ഫോണിലോട്ട് വിളിക്കുന്നത്. പക്ഷെ അതെടുത്ത് മറുപടി പറയാൻ പോലും കഴിയാതെ ഇവൻ മരണമടയുന്നു. ശേഷം ഇപ്പോ ഡെത്തിന്റെ മുന്നിലിരിക്കുന്ന ഈജെ ആദ്യത്തെ ആളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ ഞാൻ ഓർത്ത് എനിക്ക് ജീവിക്കാൻ കഴിയുന്നു. ആ പെൺകുട്ടിയുടെ ഫാമിലിയെ കുറിച്ച് ഒരു നിമിഷം ഞാൻ മറന്നുപോയി. ഉറപ്പായിട്ടും നീ മറക്കും. നീ നിന്നെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന ഒരു സെൽഫിഷ് ബ്രാറ്റാ. അയാൾ വിചാരിച്ചത് ഞാനാണ് അയാളുടെ മകളെ കൊന്നെന്ന. ഉറപ്പായിട്ടും അയാൾക്ക് എന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മയ്ക്ക് ആരെ കൊല്ലാനായിരിക്കും ആഗ്രഹം? നീ ചില നിമിഷങ്ങൾ മറന്നു പോകുന്നുണ്ട്. എന്നെ ആരും കൊന്നതല്ല, ഞാൻ സ്വയം മരിച്ചതാ. പക്ഷെ ഇപ്പോ ആ പൈസയുടെ കാര്യം ഈജയ്ക്ക് ഓർമ്മ വരുന്നതും പെട്ടെന്ന് അടുത്ത ജീവിതത്തിലേക്ക് പോകണം. എനിക്ക് എങ്ങനെയാണെങ്കിലും ആ പൈസ എടുത്തേ പറ്റൂ എന്ന് മനസ്സിൽ കരുതി ഇപ്പൊ ഡെത്തിനോട് വേഗം എന്നെ ഷൂട്ട് ചെയ്യ്, എനിക്ക് അടുത്ത ജീവിതത്തിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ നിനക്ക് ഇത്രയ്ക്ക് ധൃതിയാണെങ്കിൽ ഇന്നെ പിടിച്ചോ എന്നും പറഞ്ഞ് ഡെത്ത് ഇപ്പോ ഈജയെ ഷൂട്ട് ചെയ്യുന്നു. കണ്ണു തുറക്കുന്ന ഈജെ കള്ള ഡെത്തെ നീ അവിടെ നോക്കിയിരുന്നോ എന്നും മനസ്സിൽ കരുതി ചുറ്റും നോക്കുമ്പോഴാണ് ഇപ്പൊ ഈജയ്ക്ക് മനസ്സിലാകുന്നത് ഇവന് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന്. ഇതാരാ ആള് എന്നും വിചാരിച്ച് അടുത്തുള്ള കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് ഇപ്രാവശ്യം പാവ ഈജെ ഒരു കൊച്ചു കുഞ്ഞായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. കള്ളടത്തെ നിന്റെ ആ ചിരിയുടെ അർത്ഥം ഇതായിരുന്നല്ലേ, എന്റെ 10 ബില്യൺ എന്നും പറഞ്ഞ ഈജെ അല്ല, ആ കുഞ്ഞ് അവിടെ കിടന്ന് കരയുന്നു. റെസ്റ്റോറന്റിൽ ഇരുന്ന് കരയുന്ന കുഞ്ഞിനെ, അതായത് ഈജയെ കണ്ട് എല്ലാവരും അതിനെ തന്നെ നോക്കുവാണ്. ഈ സമയം അതിന്റെ അമ്മ പെട്ടെന്ന് അങ്ങോട്ട് വന്ന് എല്ലാവരോടും സോറി പറഞ്ഞ് ആ കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്നുണ്ട്. ഈജെ തന്റെ 10 ബില്യണ് വേണ്ടിയിട്ടാണ് ഈ കരച്ചിലൊക്കെ കരയുന്നത്. ഇപ്പൊ അമ്മയാണെങ്കിൽ കുഞ്ഞിനെ കാറി കൊണ്ടാക്കി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈജെ മനസ്സിൽ ഇത് തന്നെ ആയിരിക്കണം കുട്ടിയുടെ അമ്മ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. ഇപ്പൊ കാറിന്റെ ഡോർസ് ഒക്കെ അടച്ചിട്ട് ഈ പെണ്ണാണെങ്കിൽ അവിടെ കിടന്ന് അലറുവാണ്. നീ കാരണം മനസ്സമാധാനത്തോടെ എനിക്കൊരു ചായ കുടിക്കാൻ പോലും പറ്റുന്നില്ല, നിനക്ക് മിണ്ടാതെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിക്കൂടെ എന്നൊക്കെയാണ് ഒന്നും മനസ്സിലാവാൻ പോലും പ്രായമാവാത്ത ഈ കുഞ്ഞിനോട് ഈ പെണ്ണ് പറയുന്നത്. ഇപ്പൊ ഇതെല്ലാം കേട്ട് ഈജെ ആണെങ്കിൽ ഈ പെണ്ണിന് എന്താ പ്രാന്തായോ എന്നും പറഞ്ഞ് പേടിച്ചിരിക്കുവാണ്. വീട്ടിൽ വന്ന ഉടനെ ഈ കൊച്ചിനെ സോഫയിലോട്ട് തള്ളി അതിന്റെ അച്ഛനോട് അതിന് തിന്നാൻ വല്ലതും കൊടുക്ക് എന്നും പറഞ്ഞ് അകത്തേക്ക് പോവാണ് പെണ്ണ്. അയാള് ഈ കൊച്ചിന്റെ അടുത്ത് വന്ന് നല്ല രീതിയിൽ പെരുമാറുന്ന കാണുമ്പോൾ ഇയാൾക്ക് നല്ല സ്വഭാവം തോന്നുന്നു. എടാ നിന്റെ ഭാര്യക്ക് പ്രാന്താടാ എന്ന് ഈജെ മനസ്സിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഒരു ഫുഡ് പാക്കറ്റ് എടുത്തിട്ട് ഇയാൾ ഭാര്യയോട് ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, അതങ്ങ് കൊടുത്താൽ മതി എന്ന് പറയുവാണ് ആ ഭാര്യ. ഈ പ്രാന്തന്മാരുടെ ഇടയിൽ വന്നിട്ടാണല്ലോ പെട്ടെന്ന് മനസ്സിലാക്കി ഈജെ ആണെങ്കിൽ തരുന്ന ഫുഡ് കഴിക്കാതെ തുപ്പുന്നത് കണ്ട് ഇയാള് ഈ കൊച്ചിനെ കുറെ ചീത്ത പറയുവാണ്. ഇപ്പൊ ആ പെണ്ണാണെങ്കിൽ അവിടെ ഒരു സിഗരറ്റ് വലിച്ചിരിക്കായിരിക്കും. ഈ സമയം ഇപ്പോ അവരുടെ വീട്ടിലോട്ട് ഒരു പോലീസും ഒരു ലേഡിയും കൂടെ വരുന്നുണ്ട്. ഇവരിപ്പോ വന്നിട്ടുള്ളത് ഈ കൊച്ചിനെ കാണിക്കുന്ന പീഡിയാട്രിക് ഹോസ്പിറ്റലിൽ നിന്നും
ചൈൽഡ് അബ്യൂസ് ആയി തോന്നിക്കുന്ന കുറച്ച് പാടുകൾ ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തി എന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുത്തിട്ട് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവര് വന്നത് കണ്ട് ഈജയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവാണ്. എടാ എന്റെ എല്ല് പൊട്ടിയെന്നാ തോന്നുന്നത്, നീ ഒന്ന് നോക്കി എന്നെല്ലാം അവൻ സ്വയം കിടന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇവരാണെങ്കിൽ കൊച്ചിനെ നോക്കാൻ നേരം ആ തന്ത നിങ്ങൾ എന്താ പറയുന്നത്, ഞങ്ങളെ കുട്ടിയെ ഉപദ്രവിക്കുന്നു, ഞാനും ചൈൽഡ് വെൽഫെയറിൽ തന്നെ ജോലി ചെയ്യുന്നത് എന്നും പറഞ്ഞ് അവന്റെ ഓഫീസ് കാർഡ് എടുത്ത് കാണിച്ചു കൊടുക്കുവാണ്. ഇത് കണ്ടിട്ട് ആ പോലീസുകാരന്റെ ലേഡിയുടെ മനസ്സാകെ മാറുവാണ്. കാരണം ചൈൽഡ് വെൽഫെയറിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാൾ എന്തായാലും അവന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കില്ലല്ലോ. അങ്ങനെ ഇപ്പൊ അവര് പോകുമ്പോ ഇവര് വന്നതിന്റെ ദേഷ്യത്തില് ഈ ഭാര്യയാണെങ്കിൽ ഈ കൊച്ചിനെ എടുത്ത് പൊക്കി പിടിച്ച് നീ ഉണ്ടായത് പിന്നെ ഒന്നും നല്ല രീതിയിൽ നടന്നിട്ടില്ല, എല്ലാം നിന്റെ തെറ്റാ എന്നും പറഞ്ഞ് താഴേക്ക് ഇടുവാണ്. എന്നിട്ടും ദേഷ്യം തീരാതെ അവിടെ ഇരിക്കുന്ന തലയണ വെച്ച് മുഖത്തിൽ അമർത്തി ആ കുഞ്ഞിനെ കൊല്ലുന്നു. കണ്ണു തുറക്കുന്ന ഈജെ എനിക്കെന്താ മെമ്മറി ഡയമണ്ട് വരാഞ്ഞേ എന്ന് ആ ഡെത്തിനോട് ചോദിക്കുമ്പോ കാരണം ആ കുഞ്ഞിന് ഇതുവരെ ഒരു ഓർമ്മകളോ കഴിവോ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് മറുപടി പറയുവാണ് ഡെത്ത്. എനിക്ക് ആ കുഞ്ഞിന്റെ പേര് പോലും അറിയില്ല. ഇങ്ങനെ മാതാപിതാക്കൾ ഉണ്ടായിരിക്കുമോ? ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചാൽ എന്ത്? ഈ ജീവിതത്തിൽ ഒരാളും ആർക്കും ഒരു ഗ്യാരണ്ടി നൽകുന്നില്ല. നിന്റെ ആഗ്രഹം പോലെയാണോ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നടന്നത്? നീ നിന്റെ ജീവിതത്തിനെ പോലും ചിന്തിക്കാതെ മരണത്തെ തിരഞ്ഞെടുത്തു. പക്ഷെ ആ കുഞ്ഞിന് അങ്ങനെ ഒരു തീരുമാനം പോലും എടുക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ ഒരുപാട് പേര് ലോകത്തുണ്ട്. ഓക്കെ ഇപ്പൊ എന്നെ ഷൂട്ട് ചെയ്യ്. എന്താ ഭയങ്കര ധൃതി? നിന്റെ കഷ്ടപ്പാടുകളൊക്കെ കണ്ട ഒരാളായത് കൊണ്ട് തന്നെ എത്ര കഷ്ടപ്പെട്ടാലും നീ മരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ നീ എപ്പോഴെങ്കിലും ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചാ ഞാൻ ഇടപെടും. ഞാൻ അതിന് ആരെങ്കിലും കൊല്ലുന്നേ? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്റെ അടുത്ത ജന്മത്തിലേക്ക് വിടും എന്ന് ഈജി പറയുമ്പോഴേക്കും ഇപ്പൊ ഡെത്ത് ഇവനെ ഷൂട്ട് ചെയ്യുന്നു. അടുത്ത ജന്മത്തിലെത്തി ഈജി ആണെങ്കിൽ ഇപ്പൊ ഏത് ബോഡിയിലാണ് ഉള്ളതെന്ന് പോലും നോക്കാതെ പൈസ ഇരിക്കുന്ന ലോക്കർ കണ്ടെത്താൻ വേണ്ടി ഓടുന്നു. കാരണം കുറച്ച് സമയം കൂടി മാത്രമേ ഇനി ആ പൈസ ലോക്കറിൽ ഇരിക്കൂ. ഇപ്പൊ നോക്കുമ്പോൾ ഇവ നിൽക്കുന്ന ഓപ്പോസിറ്റ് തന്നെയാണ് ആ ലോക്കർ ഇരിക്കുന്ന സ്ഥലവും. പെട്ടെന്ന് ഓടിപ്പോയി അവിടെ എത്തുമ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ്സ് അവിടെ നിന്ന് സാധനങ്ങൾ മാറ്റി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ ഈജ പോയിട്ട് അവന്റെ പൈസ ലോക്കറിൽ നിന്ന് എടുക്കുവാണ്. അങ്ങനെ ആ പൈസ കിട്ടിയ സന്തോഷത്തിൽ അവിടെയുള്ള കണ്ണാടി നോക്കുമ്പോഴാണ് ഈ ജന്മത്തിൽ അവന്റെ മുഖം അവൻ നേരിൽ കാണുന്നത്. ഇവൻ കൊള്ളാലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഈ ഓപ്പോസിറ്റ് ഇവന്റെ കുറച്ച് ബാനേഴ്സ്. അപ്പോഴാണ് ഈജയ്ക്ക് ഇവനൊരു മോഡലാണെന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. ഈ സമയം ഇപ്പൊ മെമ്മറി ഡയമണ്ട് അവന്റിലേക്ക് വരുവാണ്. എന്റെ പേര് ഗോന്യു, 24 വയസ്സ്. കുട്ടിക്കാലം തൊട്ടേ ഞാൻ ഭയങ്കര അട്രാക്റ്റീവ് ആയതുകൊണ്ട് എന്റെ പിന്നാലെ ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാ പെൺകുട്ടികളുടെയും ക്രഷ് ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. എന്റെ ഈ ലുക്സ് കൊണ്ട് മോഡലിംഗിലൂടെ എനിക്ക് നല്ലൊരു ജീവിതം മെച്ചപ്പെടുത്താൻ പറ്റി. ഇപ്പൊ മെമ്മറി കട്ടാകുമ്പോൾ ഗോന്യുവിന്റെ വീട്ടിലോട്ട് വന്ന ഈജി ആണെങ്കിൽ ആകെ ഞെട്ടിപ്പോവാണ്. കാരണം വലിയൊരു വീടും ഒരുപാട് ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ ഗോന്യുവിന്റേതായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈജി അവിടെ ഇരിക്കുന്ന ഒരു പത്രം എടുത്ത് നോക്കുമ്പോൾ 5 മാസം പ്രായമുള്ള കുട്ടിയെ കൊന്നതിന്റെ പേരിൽ മാതാപിതാക്കൾ അറസ്റ്റിൽ എന്ന തലക്കെട്ടോടെ അതിലൊരു ന്യൂസ് ഉണ്ട്. അത് ഇവന്റെ കഴിഞ്ഞ ജന്മമായിരുന്ന ആ കുഞ്ഞിന്റെ ന്യൂസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവന്റെ ഒരുപാട് ജന്മങ്ങളിലെ മരണത്തിന്റെ ന്യൂസും അതിലുണ്ട്. ഇനിയിപ്പോ ഇവൻ എങ്ങനെയാ മരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവന്റെ ഫോണിലോട്ട് ഒരു കോൾ വരുന്നത്. നീ എന്ത് ഇത്ര നേരമായിട്ട് VIP പാർട്ടിക്ക് വരാത്തെ? ഇവിടെ ഒരുപാട് ഭംഗിയുള്ള പെൺകുട്ടികളുണ്ടടാ എന്നൊക്കെയായിരുന്നു ആ കോൾ വിളിച്ച ആള് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഈജി ആണെങ്കിൽ മരിക്കുന്നതിനെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കാതെ വല്ല പാർട്ടിക്ക് പോയി എൻജോയ് ചെയ്യുന്നത് നല്ലത് എന്നും പറഞ്ഞ് ഇപ്പൊ അങ്ങോട്ട് പോവാണ്. പാർട്ടിയിൽ ചെന്ന ഈജി ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്. ഇപ്പൊ അവന്റെ ഒരു ഫ്രണ്ട് അങ്ങോട്ട് വന്ന് ഈ പാർട്ടി സ്പോൺസർ ചെയ്യുന്നത് തേക്കാങ്ങ, നീ അവരുമായിട്ട് നല്ല രീതിയിൽ ഒന്ന് നിന്നാ നിനക്ക് അവരുടെ കമ്പനിയിൽ മോഡലായിട്ട് കയറി പറ്റാം എന്ന് പറയുമ്പോൾ ഇപ്പൊ ആ പാർട്ടിയിലോട്ട് തേക്കാൻ ഗ്രൂപ്പിന്റെ CEO പാർക്ക് തേ വരുന്നുണ്ട്. ഇവനെ നമ്മൾ ചില എപ്പിസോഡുകളായിട്ട് കണ്ടിട്ടുണ്ട്. ഈജെ തേക്കാൻ ഗ്രൂപ്പിന്റെ ഇന്റർവ്യൂവിന് പോയപ്പോ അവിടെ ഇവനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈജയുടെ ആദ്യ ജന്മമായ, അതായത് ആ ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ച് മരിച്ചില്ലേ, അവന്റെ ചേട്ടനാണ് ഇവൻ. ഇപ്പൊ അവിടെയുള്ള എല്ലാവരും പാർത്തയെ കണ്ട് ഗ്രീറ്റ് ചെയ്യുവാണ്. ഇപ്പൊ ഈജയുടെ അടുത്തേക്ക് പാർത്തേ വരുമ്പോ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടോ, നിങ്ങളെ കണ്ടിട്ട് നല്ല മുഖപരിചയം എന്ന് മദ്യലഹരിയിൽ ചോദിക്കുന്ന ഈജയോട് നമ്മൾ മുന്നേ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല, നീ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ സീൻ കട്ട് ചെയ്ത് രാവിലെ ഒരുത്തന്നെ ഈജയുടെ അടുത്തേക്ക് ഓടി വന്ന് അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാണ്. ഇത് ഗോന്യുവിന്റെ ചേട്ടനായിരുന്നു. നീ ഞാൻ സ്റ്റേറ്റ്സിൽ പോകുന്നത് വരെ എന്റെ കഫേ മാനേജ് ചെയ്യാന്ന് പറഞ്ഞത് മറന്നോ എന്നും പറഞ്ഞ് ഈജയെ നിർബന്ധിച്ച് കഫേയിലോട്ട് കൊണ്ടുപോവാണ്. ഇപ്പൊ അവിടെ അല്ലാതെ ചിലത് പണിയൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന ഈജ ആണെങ്കിൽ മനസ്സിൽ ഇപ്പൊ കുറച്ച് വർക്ക് ചെയ്തിട്ട് ഇവൻ എബ്രോഡിലോട്ട് പോകുന്നന്ന് തന്നെ മുങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ കഫേയിലോട്ട് പുതിയൊരു കസ്റ്റമർ വരുവാണ്. കസ്റ്റമറിനെ സ്വീകരിക്കാനായി ഈജ തിരിയുന്നതും ഈജയ്ക്ക് വളരെ പരിചിതമായ ഒരു മുഖമായിരുന്നത്. അത് മറ്റാരുമല്ലായിരുന്നു, ഈജയുടെ ഗേൾ ഫ്രണ്ട് ജിസു ആയിരുന്നു. ജിസുവിനെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി കണ്ടതും തങ്ങളുടെ പഴയ ഓർമ്മകളെല്ലാം ഈജയുടെ മനസ്സിലോട്ട് വരുവാണ്. അതിൽ ഇവർ ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷങ്ങളിലെ ഓർമ്മകളും ഉണ്ടായിരുന്നു. ഒരു സ്പ്രിംഗ് സീസണിൽ പാലത്തിന് മുകളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കെ ജിസുവിന്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പറുകളെല്ലാം കാറ്റിൽ പറന്നു പോകുന്നു. അതിൽ കുറച്ച് പാലത്തിന് താഴെ കൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഈജയുടെ മുന്നിലോട്ടും പറന്നെത്തുവാണ്. ആ പേപ്പറിൽ ആദ്യ പ്രണയം റിട്ടൺ ബൈ ലീ ജിസു എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ പെട്ടെന്ന് ആരോ വിളിക്കുന്ന ശബ്ദം കേട്ട് മേലേക്ക് നോക്കുമ്പോൾ അവിടെ വെച്ച് അവൻ ആദ്യമായിട്ട് ജിസുവിനെ കാണുവാണ്. ആദ്യ കാഴ്ചയിലെ അവന് ജിസുവിനെ ഇഷ്ടമായി. ഫ്ലാഷ് ബാക്ക് കട്ടാകുമ്പോൾ ജിസു ആണെങ്കിൽ അവിടെ നിന്ന് ടീം ഓർഡർ ചെയ്ത് വാങ്ങി അവിടെ പോയിരിക്കുന്നു. ഈജി ആണെങ്കിൽ പരമാവധി നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ നോക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. ഇവനിങ്ങനെ നോക്കുന്നത് അവളും കാണുന്നുണ്ട്. ഇപ്പൊ ഇവനിങ്ങനെ ജിസുവിനെ നോക്കുന്നത് കണ്ട് ഇവന്റെ ചേട്ടൻ എന്താടാ നിനക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈജി ആണെങ്കിൽ ഏയ് ഇല്ല, ഇവളെന്ന് ഇവിടെ വരാതുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുന്നു. അവള് സാധാരണ ഈ ഒരു ടൈം ആവുമ്പോ വന്നിട്ട് ഇവിടുന്ന് പൂട്ടുമ്പോഴേ പോവാതുള്ളൂ, അവളൊരു നോവലിസ്റ്റാ എന്നിപ്പോ ഇയാള് പറയുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് പോയി ഓദർ ലീ ജിസു എന്ന പേരിൽ സെർച്ച് ചെയ്ത് നോക്കാണ് ഈജി. ഇതിനോടകം തന്നെ ജിസു ഒരുപാട് വിജയങ്ങൾ കൈവരിച്ചു.
ചോദിച്ചിട്ടുണ്ട്. അവളുടെ ഫസ്റ്റ് കോൺടെസ്റ്റ് വിൻ ചെയ്തപ്പോൾ ഇന്റർവ്യൂ ഡീറ്റെയിൽസും അതിലുണ്ടായിരുന്നു. അതിപ്പോ ഈജി വായിച്ചു നോക്കുവാണ്. അതിൽ ഇന്റർവ്യൂർ ഈ ഒരു കോൺടെസ്റ്റ് വിജയിച്ചപ്പോൾ ആദ്യം മനസ്സിലോട്ട് വന്നത് ആരാ എന്ന് ജിസുവിനോട് ചോദിച്ചപ്പോ എന്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഏക വ്യക്തി എന്റെ ബോയ് ഫ്രണ്ടാ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഖമാണ് എന്റെ മനസ്സിലോട്ട് ആദ്യം ഓർമ്മ വന്നേ. ഇപ്പൊ ഇന്റർവ്യൂർ ഈ ഒരു വാർത്ത കേട്ടാ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ബോയ് ഫ്രണ്ട് റിയാക്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോ ഒരുപാട് കഷ്ടപ്പാടിലൂടെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതറിഞ്ഞ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവൻ തന്നെയായിരിക്കും. ഇപ്പൊ ഇത് വായിക്കുമ്പോഴാണ് ഈജയ്ക്ക് അന്ന് അവസാനമായി ജിസുവിനെ കണ്ടപ്പോ ജിസു ഇവന് പൈസ കൊടുത്തത് ഇവള് കോൺടെസ്റ്റിൽ വിജയിച്ച പ്രൈസ് മണി ആണെന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഈജ ലൈബ്രറി പോയിട്ട് ജിസുവിന്റെ ടു യു ഇൻ ദ ഫ്യൂച്ചർ എന്നൊരു പുസ്തകം എടുത്ത് വായിക്കുവാണ്. അത് വായിക്കുമ്പോൾ ഇവന് ഓർമ്മ വന്നത് പണ്ട് ഇവളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കെ നോവൽ എഴുതുമ്പോൾ എന്താ നിനക്ക് തോന്നുന്നേ എന്ന് ചോദിച്ചതിന് എനിക്ക് ഞാൻ പൂർണ്ണ നഗ്നമായി എന്റെ റീഡേഴ്സിന്റെ മുന്നിൽ നിൽക്കുന്ന പോലെയാ തോന്നുക. കാരണം ഞാൻ എത്ര തന്നെ ഫിക്ഷസ് ആയിട്ട് എഴുതുവാണെങ്കിലും അതിൽ എന്റെ കാഴ്ചപ്പാടുകളും ചിന്താഗതിയും ആയിരിക്കും ഉണ്ടാകുക. ഇപ്പൊ അവളുടെ പുസ്തകം ആദ്യമായി വായിച്ചപ്പോഴാണ് ഈജിക്ക് എന്തുകൊണ്ടാണ് അന്നവൾ അങ്ങനെ പറഞ്ഞതെന്ന കാര്യം മനസ്സിലാകുന്നത്. കാരണം ആ നോവലിലുള്ള ചില ഭാഗങ്ങൾ യഥാർത്ഥത്തിൽ ഈജയ്ക്കും ജിസുവിനും ഇടയിൽ നടന്ന കാര്യങ്ങളായിരുന്നു. നിനക്ക് വേണമെങ്കിൽ എന്നെ വിട്ടുപോകാം, പക്ഷേ നീ അത് ചെയ്താ നിന്റെ ലൈഫ് മൊത്തം നീ റിഗ്രറ്റ് ചെയ്യും. കാരണം നിന്റെ പിന്നാലെ ഇപ്പൊ നടക്കുന്നവരെക്കാൾ കൂടുതൽ ഞാൻ ഭാവിയിൽ സക്സസ് ആവും. അതുപോലെ തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിന്റെയും സപ്പോർട്ട് ചെയ്യുന്നതിന്റെ അർത്ഥം വേറെ ആരും നിന്നെ സ്നേഹിക്കില്ല എന്ന് ഈജ പറയുന്നത് കേൾക്കുമ്പോൾ ഇപ്പൊ ഞാൻ ശരിക്കും നിന്നെ ഇട്ടിട്ട് പോയാലോ എന്ന് ജിസു ചോദിക്കുവാണ്. അതിന് ഞാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒന്നിനെ ഞാൻ എന്തിനെ വിട്ടുകൊടുക്കുന്നേ? പക്ഷേ ആളുകൾ പറയാ ഇഫ് യു ലവ് സമ്മൺ ലെറ്റ് ദം ഗോ എന്നല്ലേ. അങ്ങനെ ഏതെങ്കിലും ഒരു ആണ് പറയുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കള്ളമായിരിക്കും. ഒരാണ് ഒരു പെണ്ണിന് വേണ്ടി തന്റെ ജീവിതം വരെ വിട്ടുകൊടുക്കാൻ തയ്യാറാവും. പക്ഷെ ഒരിക്കലും ആ പെണ്ണിനെ വിട്ടുകൊടുക്കില്ല. ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞ് ഇവരിപ്പോ ഹഗ് ചെയ്യുവാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫ്ലാഷ് ബാക്കിൽ ജിസുവിന് വാങ്ങാൻ ആഗ്രഹമുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു. അത് ഈജിയാണെങ്കിൽ സീക്രട്ട്ലി വാങ്ങി അതിൽ അവളുടെ പേരും എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കൊടുക്കാൻ അവന് സാധിച്ചില്ല. അതിനു മുന്നേ അവൻ മരണമടഞ്ഞു. ഇപ്പൊ കഫേല് ജിസുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫാമിലി ജിസുവിന്റെ അടുത്തേക്ക് വരുന്നത് ഈജ ശ്രദ്ധിക്കുന്നത്. അത് ജിസുവിന്റെ ഏറ്റവും മൂത്ത ചേട്ടനായിരുന്നു. ഇവനെ കണ്ടാണ് അന്ന് രാത്രി ഈജ തെറ്റിദ്ധരിച്ചത്. ഇപ്പൊ സീൻ കട്ടാകുമ്പോൾ രാവിലെ എന്നത്തെയും പോലെ തന്നെ വരുന്ന ജിസുവിന് ടീയുടെ കൂടെ തന്നെ ഒരു കേക്ക് കൊണ്ടുപോയി കൊടുക്കുവാണ് ഈജെ. കേക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്ന ജിസുവിനോട് ഇപ്പോ ഞാൻ നിങ്ങളുടെ നോവലുകളുടെ വലിയ ഫാനാണെന്നും അതുകൊണ്ട് തന്നെ ഇതെന്റെ ഒരു ചെറിയ ഗിഫ്റ്റ് ആണെന്നും പറയുവാണ് ഈജെ. അതോടൊപ്പം തന്നെ തന്റെ മനസ്സിലൊരു നോവലിന്റെ ആശയമുണ്ട്, അത് കേൾക്കാവോ എന്ന് ജിസുവിനോട് ചോദിക്കുമ്പോൾ ജിസു അതിന് സമ്മതിക്കുവാണ്. ഈ കഥ തുടർച്ചയായി മരണം നേരിടേണ്ടി വരുന്ന ഒരു ചെറുപ്പക്കാരന്റെയാണ്. അങ്ങനെ ഈജെ ഇപ്പൊ നേരിടുന്ന ഈ ഒരു സാഹചര്യത്തെ കഥയാക്കി ജിസുവിന് മുന്നിൽ പറയുവാണ് അവൻ. ഈ കഥ വളരെ കൃത്യവും വ്യക്തമായിട്ട് ഈജെ പറയുന്നത് കേൾക്കുമ്പോൾ ജിസു താങ്കൾ ഈ കഥ പറയുമ്പോൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത പോലെ തന്നെ പറയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കാരണം ഇത് യഥാർത്ഥത്തിൽ എന്റെ കഥയാണ് എന്ന് മനസ്സിൽ പറയുവാണ് ഈജെ. ഇപ്പൊ ജിസു ഇതിൽ ആ ഡെത്ത് എന്ന കഥാപാത്രം ഭയങ്കര ക്രൂരയാണല്ലോ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ആ കഥാപാത്രം ഭയങ്കര ദുഷ്ടയാ എന്നിപ്പോ ഈജെ പറയുന്നത് കേട്ട് ശരിക്കും നിങ്ങൾ ഡെത്തിനെ കണ്ട പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ജിസു ചിരിക്കുന്നു. ഇപ്പൊ ഈജെ തന്റെ കയ്യിലുള്ള ജിസുവിന്റെ പുസ്തകത്തിൽ അവളുടെ സൈൻ വാങ്ങാനായി അവൾക്ക് കൊടുക്കുമ്പോൾ അവൾ സൈൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പേന ഇവൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വെച്ച ആ പേനയായിരിക്കും. ഇത് ഈജയുടെ മരണശേഷം അവന്റെ അമ്മയാണ് ജിസുവിനെ ഏൽപ്പിച്ചത്. അങ്ങനെ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ജിസു വരുമ്പോൾ അവൻ ഈ കഥ പറയും. ഡെത്തും മനുഷ്യനും തമ്മിലുള്ള ഈ ഒരു കഥ എന്ന ലാഘവത്തോടു കൂടി തന്നെ ജിസു ഇരുന്ന് കേൾക്കും. അങ്ങനെ ഒരു രാത്രി ഈജയുടെ കഥയും കേട്ട് ജിസു വീട്ടിലോട്ട് പോകെ അവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്യുവാണ്. ഈ സമയം ജിസുവിന്റെ കയ്യിൽ കുടയില്ലാന്ന് അറിഞ്ഞ ഈജയാണെങ്കിൽ അവക്ക് കൊണ്ടുവന്ന് കുട കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജിസുവിന് കുടയും കൊടുത്ത് ഈജ കഫേയിലോട്ട് വരുമ്പോൾ അവിടെ ഒരു കസ്റ്റമറുടെ കൈ തട്ടി ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടുവാണ്. അത് ക്ലീൻ ചെയ്യുന്നതിനിടെ ഈജയുടെ കയ്യിൽ മുറിവും പറ്റുന്നുണ്ട്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കസ്റ്റമർ ആ പെണ്ണിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാ, ആക്സിഡന്റിൽ എന്തെങ്കിലും പറ്റുമോ എന്നെല്ലാം സംസാരിക്കുന്നത് ഈജ കേൾക്കുന്നത്. പുറത്തൂടെ ആംബുലൻസ് എല്ലാം ചീറി പാഞ്ഞു പോകുന്നുണ്ട്. ഇത് കേട്ട് പേടിച്ച് ഈജയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഫേ ഇറങ്ങി ഓടുവാണ്. ഇനി തൊട്ട് മരണം നിനക്ക് നൽകുന്ന വേദന വളരെ കൂടുതലായിരിക്കുമെന്ന് ഡെത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒരു നിമിഷം ഈജയുടെ മനസ്സിലോട്ട് വരുവാണ്. ഓടി ആക്സിഡന്റ് നടന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഈജ ജിസുവിന് കൊടുത്ത ആ ചുവന്ന കുട നിലത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. അവിടെ കിടന്ന് അവളെവിടെ, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവളെ എനിക്ക് കാണണം എന്തെല്ലാം പറഞ്ഞ് ഈജെ ബഹളം വെക്കുവാണ്. ഒരു നിമിഷം ഈജെ പെട്ടെന്ന് നിശ്ചലമായി നിൽക്കുന്നു. കാരണം ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ ജിസു അവന് നേരെ നിൽപ്പുണ്ടായിരുന്നു. കയ്യിൽ ഇവൻ കൊടുത്ത ചുവന്ന കുട. സീൻ കെട്ടാകുമ്പോൾ ഇവന്റെ കയ്യിലെ മുറിവിന് ബാൻഡേജ് വെച്ച് കൊടുക്കുന്ന ജിസു കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് വലിയ മുറിവൊന്നുമല്ല എന്ന് പറയുന്ന ഈജയോട് ഞാൻ ഇതിന്റെ കാര്യമല്ല ചോദിച്ചത്, നേരത്തെ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് ഓടി വരുന്നത് ഞാൻ കണ്ടു. ഓ അതോ, അത് ഞാൻ ഓർത്തു എനിക്കറിയാവുന്ന ഒരാളാണെന്ന്. ഓ അയാൾ ശരിക്കും നിനക്ക് പ്രിയപ്പെട്ട ഒരാളായിരിക്കണം. നിങ്ങൾ ശരിക്കും പേടിച്ചു കാണുമല്ലേ? എനിക്കറിയാം അപ്പോഴത്തെ സാഹചര്യം, കാരണം ഇങ്ങനെ ഒരു അവസരത്തിലൂടെ ഞാനും കടന്നുപോയിട്ടുണ്ട്. ജിസു ഇത് പറഞ്ഞത് അന്ന് ഈജ മരിച്ച ദിവസത്തിൽ ഇവളുടെ തന്നെ അവസ്ഥയെ ആലോചിച്ചാണ്. ആ ഹോസ്പിറ്റലിൽ അവൾ ഈജയ്ക്ക് വേണ്ടി തേങ്ങിക്കരഞ്ഞു. അങ്ങനെ ഇപ്പോൾ യാത്ര പറഞ്ഞു പോകെ നാളെ കാണാമെന്ന് ഈജ പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല നാളെ കാണാൻ പറ്റുമെന്ന്, എനിക്ക് ഒരിടം വരെ പോകാനുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് ജിസു. പിറ്റേ ദിവസം ജിസു വന്നത് ഈജയുടെ സ്മാരകത്തിനടുത്തായിരുന്നു. നീ നല്ലപോലെയല്ലേ ഇരിക്കുന്നേ? എനിക്കും കുഴപ്പമൊന്നുമില്ല. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി നിന്നെ ഞാൻ എന്റെ അടുത്ത് നിന്ന് പറഞ്ഞയച്ചില്ലായിരുന്നെങ്കിൽ, ആ വാക്കുകൾ നിന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നീ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നേനെ. എന്നോട് ക്ഷമിക്കണം. ഇതെല്ലാം കണ്ടും കേട്ടും ഈജയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ജിസു അവിടെ നിന്ന് പോകുമ്പോൾ ഈജെ തന്റെ സ്വന്തം സ്മാരകത്തിന്റെ അടുത്തേക്ക് വരുവാണ്. അത് നോക്കിക്കൊണ്ടിരിക്കെ ഇപ്പോൾ പെട്ടെന്ന് ആരാ എന്ന് ചോദിച്ച് അവന്റെ അമ്മ പിറകിലൂടെ വരുവാണ്. പെട്ടെന്ന് അമ്മ അല്ല, ഞാനിവിടെ എന്റെ അമ്മയെ കാണാൻ വന്നതാ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും മാറുന്നുണ്ട്. അവന്റെ അമ്മയാണെങ്കിൽ ആ സ്മാരകത്തിന്റെ ഗ്ലാസ് എല്ലാം തുടച്ച് സങ്കടം സഹിക്കവയ്യാതെ ബാത്റൂമിൽ പോയി ഈജെ എന്നും പറഞ്ഞ് തേങ്ങിക്കരയുവാണ്. ഇതെല്ലാം ഈജയ്ക്കും താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഇപ്പോ സീൻ കെട്ടയുമ്പോൾ
വീട്ടിലെത്തി ഈജ ആണെങ്കിൽ തന്റെ അമ്മയ്ക്ക് ആ പൈസ എങ്ങനെയെങ്കിലും എത്തിക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരത്തിൽ ഒരു ലെറ്റർ എഴുതുവാണ്. ഞാൻ ഈജയുടെ ഫ്രണ്ടാണ്, ഈജ ഇത് മരിക്കുന്നതിന് മുന്നേ ഇൻവെസ്റ്റ് ചെയ്ത പൈസയാണ് എന്നെല്ലാം പറഞ്ഞായിരുന്നു ആ ഒരു ലെറ്റർ. ഇത് സ്വയം വീട്ടിൽ കൊണ്ടുപോയി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ടെങ്കിലും അവൻ ഒരുപാട് നേരം അവിടെ നിൽക്കവയ്യാതെ ആ ഒരു പൈസ അവിടെ വെച്ച് അവിടെ നിന്നും ഓടിപ്പോകുന്നു. അങ്ങനെ ഒരു രാത്രി കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ കുറച്ച് സമയം വൈകുന്നതുകൊണ്ട് തന്നെ ജിസുവിനെ വീട്ടിൽ കൊണ്ടാക്കാനുള്ള പെർമിഷൻ ഈജ വാങ്ങുവാണ്. ഇപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുക ജിസു ഈജയോട് നിന്റെ ആ ഡെത്തിന്റെ കഥയിൽ ഹാപ്പി എൻഡിംഗ് ആണോ അതോ സാഡ് എൻഡിംഗ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് തോന്നുന്നുണ്ടോ ആ കഥയിൽ ഒരു ഹാപ്പി എൻഡിംഗ് പോസിബിൾ ആണെന്ന്? ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നത് നിന്റെ കഥയ്ക്ക് ഒരു ഹാപ്പി എൻഡിംഗ് ആ. കാരണം എനിക്ക് ആ കഥാപാത്രത്തെ ഓർത്ത് വളരെയധികം സങ്കടം തോന്നുന്നു. കാരണം അയാൾക്ക് ജീവിതം ബുദ്ധിമുട്ടായി തോന്നിയത് കൊണ്ടും അപ്പോൾ ഒരാളും ഒപ്പമില്ലാത്തത് കൊണ്ടുമാണ് മരിക്കാൻ തോന്നിയത്. പക്ഷേ അയാൾക്ക് ഇപ്പോൾ എപ്പോഴും മരിക്കേണ്ടി വരുന്നു. മറ്റൊരു ജീവിതം കിട്ടിയപ്പോഴും മരണത്തെക്കുറിച്ച് പേടിക്കേണ്ടി വരുന്നു. നമ്മൾ ജീവിക്കുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമില്ലെങ്കിൽ പിന്നെ അതിൽ കാര്യമില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞ് ജിസു പോവാൻ തുടങ്ങുമ്പോൾ ഈജ ജിസുവിനെ തടയുവാണ്. ഞാൻ ഈ കഥ നിന്നോട് ഇന്ന് പറഞ്ഞേ പറ്റൂ. കാരണം ചിലപ്പോൾ ഇന്നായിരിക്കും എന്റെ അവസാനത്തെ ഡേ. എനിക്ക് 7 വർഷത്തോളം ഞാൻ സ്നേഹിച്ച എന്റെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളുടെ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് എന്റെ മൊത്തം സ്നേഹം അവൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ ഫ്ലാഷ് ബാക്കിൽ ഈജ പാർട്ട് ടൈമായി ഒരു റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം അവിടേക്ക് ജിസുവും അവളുടെ ഓഫീസിൽ എല്ലാവരും വരുവാണ്. സംസാരിച്ചുകൊണ്ടിരിക്കെ അവരുടെ ഓഫീസ് സ്റ്റാഫിൽ ഒരാൾ ഇവളുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചും ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളോട് നിങ്ങൾ തമ്മിൽ ഡേറ്റ് ചെയ്താൽ നന്നായിരിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. ഇപ്പൊ ജിസു ആണെങ്കിൽ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഇവരാരും വിശ്വസിക്കുന്നില്ല. ഇപ്പോ അങ്ങോട്ടേക്ക് ഫുഡും കൊണ്ട് ചെല്ലാൻ ഈജയ്ക്ക് ഒരു മടിയൊക്കെ ഉണ്ട്. ഈജയെ കാണുന്നതും ജിസു അവന്റെ കൈ പിടിച്ച് ഇതാണ് എന്റെ ബോയ് ഫ്രണ്ട്, പുള്ളി ഹാൻസം ആണ്, അതുപോലെ തന്നെ നന്നായി ഹാർഡ് വർക്കും ചെയ്യും എന്നും പറഞ്ഞ് ഒട്ടും മടിയില്ലാതെ എല്ലാവർക്കും മുന്നിൽ ഈജയെ ജിസു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സമയങ്ങളിൽ എനിക്ക് എന്നെ തന്നെ ഒത്തു പുച്ഛം തോന്നുമായിരുന്നു. പക്ഷെ ആ നിമിഷങ്ങളിലും ഞാൻ അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് മുന്നിലുള്ളത് ആരാണെന്ന് പോലും വകവയ്ക്കാതെ അവൾ ഉച്ചത്തിൽ വിളിച്ച് പറയുമായിരുന്നു. അവൾക്ക് ബിറ്റർ ടീയേക്കാൾ സിട്രൺ ടീ ആയിരുന്നു ഇഷ്ടം. അവളുടെ ഒപ്പമുള്ളവർ തളർന്നു പോയാൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്ന ഒരാളായിരുന്നു അവൾ. അതുകൊണ്ടാണ് അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു പോയത്. എനിക്ക് അവളോട് പറയണം അവളെ തെറ്റിദ്ധരിച്ചതിന് സോറി എന്ന്. അതുപോലെ എന്നെ പോലെ ഒരാളെ ഓർത്ത് സങ്കടപ്പെടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. ഒപ്പം ഞാൻ ഇപ്പോൾ സ്നേഹിക്കുന്ന ഒരേ ഒരാൾ അവൾ മാത്രമാണെന്നും. ഒരു നിമിഷം ഈജയെ തന്നെ മുന്നിൽ കണ്ട് ഇതെല്ലാം കേട്ട് കണ്ണു നിറഞ്ഞു പോവാണ് ജിസുവിന്റെ. എന്റെ കൂടെ ഒപ്പം നിൽക്കാനും എനിക്ക് എന്തെങ്കിലും വന്ന കരയാനും എന്റെ കൂടെ ആൾക്കാരുണ്ടായിരുന്ന കാര്യം ഞാൻ ഒരു നിമിഷം മറന്നുപോയി. ക്ഷമ ചോദിക്കാൻ ഇത് ഒരുപാട് വൈകിപ്പോയി. കാരണം ഞാൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞ ആ മനുഷ്യന്റെയും ഡെത്തിന്റെയും കഥ എന്റെ തന്നെയാ. വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അതിലൂടെ ഇപ്പൊ ഞാൻ കടന്നു പോകുന്നത്. ആ കഥയിലെ പോലെ 7 മരണങ്ങൾ ഞാൻ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. ഈ ജന്മത്തിൽ നീ ഇപ്പൊ കാണുന്ന ഇയാളായും. മരണപ്പെടുന്നതിന് മുന്നേ എനിക്കുണ്ടായിരുന്ന പേര് ചോ ഈജെ. ഇതെല്ലാം കേട്ട് ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കരുത് എന്നറിയാതെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരിക്കും ജിസു. പക്ഷേ ആ വാഹനം എല്ലാം ഒരു നിമിഷം തകർത്തു കളഞ്ഞു. ഈജയ്ക്ക് അപ്പോഴും പാതി ജീവൻ ഉണ്ടായിരുന്നു. ഇപ്പോ ആ വാഹനത്തിൽ നിന്ന് അതിലെ ഉടമ ഇറങ്ങി വരികയാണ്. നോക്കുമ്പോ ഇത് തേക്കൻ ഗ്രൂപ്പിന്റെ CEO പാക്തെ ആയിരുന്നു. ഈ നിമിഷമാണ് പാക്തയെ കണ്ടത് എവിടെയെല്ലാം ആണെന്ന് ഈജയ്ക്ക് ഓർമ്മയിലോട്ട് വരുന്നത്. ഇവന്റെ ഒരുപാട് ജീവിതത്തിൽ ഈ പാക്തയുടെ മുഖം കടന്നു പോയിട്ടുണ്ട്. ഇവന്റെ സ്കൈ ഡൈവ് ചെയ്ത് മരിച്ച ആ ഒരു ജീവിതത്തിൽ ആ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്ത വ്യക്തി ഈ പാക്തയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുടെ ആക്സിഡന്റ് കേസ് ഇവനെ ഏറ്റെടുത്ത് ജയിലിൽ പോകേണ്ടി വന്നില്ലേ, ആ ആക്സിഡന്റ് കാരണമായ ബിസിനസ് ഉടമയും ഈ പാക്തയായിരുന്നു. പിന്നീട് പാക്തയുടെ തന്നെ അനുസരിച്ചാണ് ആ ഒരു ജന്മത്തിൽ ഇവനെ കൊന്നത്. അതുപോലെ ഈജയുടെ ആദ്യത്തെ ജന്മമായിരുന്ന ഇവന്റെ ചേട്ടന്റെ മരണകാരണവും ഇവൻ തന്നെയാണ്. അതൊരു ആക്സിഡന്റ് പോലെ പിന്നീട് ഇവൻ വരുത്തി തീർക്കുമായിരുന്നു. ഇപ്പൊ നോക്കുമ്പോൾ കാറിന്ന് നമ്മുടെ ഈജയുടെ മറ്റൊരു ജന്മത്തിൽ കണ്ട ആ ഒരു വക്കീലില്ലേ, അത് പാക്തയുടെ തന്നെ വക്കീലായിരുന്നു. ഇപ്പൊ അയാൾ ഇറങ്ങി വരുവാണ്. ജിസുവിന്റെ രൂപം കണ്ടതും അയാൾ ഞെട്ടിപ്പോവാണ്. കാരണം ഈ ഒരു ആക്സിഡന്റിൽ കാണാൻ പോലും പറ്റാത്ത ഒരു രൂപത്തിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നവൻ. ഇപ്പോഴാണ് പാക്തെ ഈജയ്ക്ക് ജീവനുള്ള കാര്യം മനസ്സിലാക്കുന്നത്. നിനക്ക് ജീവനുണ്ടായിരുന്നു, കുഴപ്പമില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നും പറഞ്ഞ് ശ്വാസം മുട്ടിച്ച് പാക്തെ ഈജയെ കൊല്ലുന്നു. പിന്നീട് ഇതൊരു ആക്സിഡന്റ് ആയി തന്നെ വരുത്തി തീർക്കുവാണ് പാക്തെ. ഈ ഒരു സീനാണ് നമ്മൾ എപ്പിസോഡിന്റെ 3-ലും 4-ലും ഒക്കെ ആയിട്ട് കണ്ടത്. കണ്ണു തുറക്കുന്ന ഈജയാണെങ്കിൽ സങ്കടത്തിൽ ആട്ട് കരയുവാണ്. ഞാൻ അവനെ കൊല്ലും, പക്ഷേ അതിനു മുന്നേ ഓടിച്ചെന്ന് ഈജയെ ഡെത്തിന് മുന്നിലിരിക്കുന്ന ആ തൂക്കെടുത്ത് അവളുടെ തലയ്ക്ക് മീതെ ചൂണ്ടി നീ ഇതൊക്കെ എൻജോയ് ചെയ്യുവാണല്ലേ എന്ന സ്വയം ഒന്ന് അനുഭവിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുന്നു. ഇതോടെ ഈ ഒരു എപ്പിസോഡ് തീരുവാണ്. ഈജയ്ക്ക് തന്റെ പ്രതികാരം വീട്ടാൻ കഴിയുമെന്നും ഏതെങ്കിലും ഒരു ജന്മത്തിൽ രക്ഷപ്പെടാൻ കഴിയുമെന്നും എല്ലാം ഇനി വരുന്ന എപ്പിസോഡുകളിലായിട്ട് കാണാം.